Hi, hello, welcome to Media Bharat. ഞാൻ അധീന ആൻഡ് ദിസ് ഈസ് അവർ ഷോ ചാറ്റ് വിത്ത് അധീന. ഇന്ന് നമ്മുടെ മീഡിയ ഭാരതിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു ബഹുമുഖ പ്രതിഭയാണ്. സിനിമ, സീരിയൽ, നാടക നടനാണ്. അതുകൂടാതെ ഒരു സാഹിത്യകാരൻ കൂടിയാണ്. നമുക്ക് വെൽക്കം ചെയ്യാം ജിജി കലാമന്ദിർ സാർ. വെൽക്കം ടു മീഡിയ ഭാരത്. അപ്പോൾ സാർ, ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു തരം എന്താ പറയാ, ജിജി കലാമന്ദിർ, അതെങ്ങനെയാണ് ആ ഒരു പേര് വന്നത് എന്നുള്ള ചിന്തയൊക്കെ മനസ്സിലൂടെ കടന്നു പോകും. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ജിജി കലാമന്ദിർ? എൻ്റെ റെക്കോർഡിക്കലി എൻ്റെ യഥാർത്ഥ പേര് ജിജി കുട്ടൻ എന്നാണ്. ഓക്കെ. അപ്പോൾ കുട്ടൻ ഒരു പക്ഷേ ഈ അപ്പൻ്റെയും അമ്മയുടെയും വലിയ വാത്സല്യത്തിൻ്റെ പേരിൽ വന്നൊരു ഇതായിരിക്കും, ഭയങ്കര വാത്സല്യം തോന്നിയത് കൊണ്ടായിരിക്കാം കുട്ടൻ എന്നിട്ടത്. പിന്നീട് വളർന്ന് വന്നപ്പോഴത്തേക്ക് ആ കുട്ടൻ എനിക്കെന്തോ ഒരു ഡിസ്റ്റർബൻസ് പോലെ തോന്നി. കാരണം ഞാൻ ഈ പറയും പോലെ വ്യക്തിപരമായിട്ട് വലിയ കെയറിങ്ങോ സ്നേഹമൊക്കെ അങ്ങനെ അത്ര കണ്ട അതൊന്നും അങ്ങനെ റിസീവ് ചെയ്യാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലുള്ള ഒരാളല്ല. പിന്നീട് വന്നപ്പോൾ ഈ പലരും ഫോണൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നേരിട്ട് കാണാതെ എന്തെങ്കിലുമൊക്കെ ആവശ്യം, ഇപ്പം പാട്ട് എഴുതാനോ നാടകം എഴുതാനോ അഭിനയിക്കാനൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ജിജിക്കുട്ടൻ എന്ന് അവർ കേൾക്കുമ്പോൾ അവർ വിചാരിക്കുന്ന ഒരു പയ്യനായിട്ടാണ്, ഒരു മാക്സിമം ഒരു 20 വയസ്സുള്ള പയ്യനായിട്ടൊക്കെ. അങ്ങനെ വന്നപ്പോൾ ഞാൻ ആലോചിച്ച് പേര് ഭയങ്കര അപകടമുണ്ടോ എന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടുപേര് കലാമന്ദിരം എന്നാണ്. കലാമന്ദിരം. അമ്മയുടെ പേര് കല എന്നാണ്. ഞാൻ കലയുടെ മകനാണ്. യഥാർത്ഥത്തിൽ എൻ്റെ അമ്മയുടെ പേര് കല എന്നാണ്. അമ്മയുടെ പേര് വെച്ചിട്ടാണ് വീടിൻ്റെ പേര് കലാമന്ദിരം എന്നാണ്. അപ്പോൾ ആ മന്ദിരം പൂർണ്ണാക്ഷരത്തിൽ അവസാനിക്കുന്നത് കൊണ്ട് ഒരു എക്കോ കലാമന്ദിർ എന്ന് ഞാനാക്കി. അങ്ങനെയാണ് ജിജി കലാമന്ദിർ എന്നുള്ള പേര് സ്വീകരിക്കുന്നത്. ഞാനിപ്പോ ബഹുമുഖ പ്രതിഭയാണ് എന്ന് പറഞ്ഞതിലപ്പോ തെറ്റില്ല. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ഇന്നിറ്റബിലിറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് എല്ലാം ഇഷ്ടമായിരുന്നു. കവിത എഴുതുന്നത്, പാട്ട് എഴുതുന്നത്, അല്ലെങ്കിൽ അഭിനയിക്കുന്നത്, സംവിധാനം ചെയ്യുന്നതൊക്കെ ഒരു ഇഷ്ടമാണ്. അല്ലാതെ ഞാൻ വലിയ സ്വപ്നങ്ങൾ കണ്ട് കാറ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വലിയ വീട് വയ്ക്കാൻ വേണ്ടി കലാകാരനായതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളിലുണ്ട്, ഞാൻ പലപ്പോഴും ഇത് വിട്ടു പോകാൻ നോക്കിയിട്ടുണ്ട്, കലയൊക്കെ വിട്ടിട്ട് പോകാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്നെ വിടുന്നില്ല. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? സത്യമാണ് ഞാൻ പറയുന്നത്. കലയൊക്കെ വിട്ടിട്ട് ഈ കല പലപ്പോഴും നമുക്ക് സന്തോഷം തരുന്നുണ്ട്, ആനന്ദം തരുന്നുണ്ട്, എന്നാലൊക്കെ അപ്പുറം നമുക്ക് ഭയങ്കര അസ്വസ്ഥതയും കൂടിയാണ് പലപ്പോഴും. കല എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ചില സമയത്ത് ഭയങ്കര അസ്വസ്ഥതയാണ്. അത് കാരണം പലപ്പോഴും കല വിട്ടു പോകാൻ ഈ അടുത്ത കാലത്ത് വരെ ഒരു 2 വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു നാടകം വെച്ച് ഒന്നും വേണ്ടാന്ന് വെച്ച് മാറി നടന്ന ആളാണ്. അപ്പോഴും കല നമ്മളെ വിടുന്നില്ല. അങ്ങനെ ഞാനും കലയും തമ്മിലുള്ള സംഘർഷത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇണങ്ങിയും അത്തരത്തിലൊരു ആത്മബന്ധമാണ് ഉള്ളത് അല്ലെ. അങ്ങനെ വരുമ്പോ എന്താ പറയാ, ഞാനിപ്പോ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചില ആശയങ്ങൾ നമുക്ക് തന്നെ വല്ലാത്ത ഒരു നോവായിട്ടൊക്കെ ഉണ്ടാവും അല്ലെ. അതിനെ എങ്ങനെയെങ്കിലും അക്ഷരങ്ങളായി പുറത്തേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലെ. അങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെ ഭയങ്കരമായിട്ട് അനുഭവിച്ച ഒരു നാടകമായിരുന്നു പറയാതിരുന്നതെന്ന് പറഞ്ഞ നാടകം. അത് ഏതാണ്ടൊരു 2 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് ഗവൺമെന്റിന്റെ കേരളീയം പരിപാടിക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് അത് നാടകം അവതരിപ്പിച്ചു. ഏതാണ്ട് 2.25 മണിക്കൂറോളം ആ നാടകം ഉണ്ട്. അതിന്റെ ഡ്യൂറേഷൻ ഉണ്ട്. 16ഓളം പാട്ടുകൾ അതിനകത്തുണ്ടായിരുന്നു. ഒരുപക്ഷെ എൻ്റെ അറിവിൽ മലയാള നാടകത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് പ്രസീത ചാലക്കുടി, ജാസി ഗിഫ്റ്റ് അവരൊക്കെ നാടകത്തിന് വേണ്ടി ആദ്യമായിട്ട് പാടിയ നാടകം അതായിരിക്കാം. പിന്നെ 15 അഭിനേതാക്കളായിരുന്നു, 35 കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അഭിനയത്തിൽ നിന്നും രചനയും സംവിധാനവും മാത്രം ഏറ്റെടുത്തിട്ട് അഭിനയത്തിൽ നിന്ന് മാറി നിന്നതാണ്. കാരണം അതും കൂടി ചെയ്യാനുള്ളൊരു ഭാരിച്ച ജോലിയാണ്. മാറി നിന്ന് പലരെയും സമീപിച്ചു, പ്രമുഖരായിട്ടുള്ള പലരെയും സമീപിച്ചപ്പോഴത്തേക്ക് ഓരോ കാരണങ്ങൾ കൊണ്ട് അവരൊക്കെ മാറിപ്പോയി. പിന്നെ അവതരിപ്പിക്കേണ്ട സമയം അടുത്ത് വന്നപ്പോഴത്തേക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ബാധ്യത വന്നു. ആ കഥാപാത്രം ചെയ്യേണ്ടതായിട്ടുള്ളൊരു ബാധ്യത വന്നു. കുറച്ച് സംസ്കൃതവും ഒക്കെ വരുന്ന, വല്ലാത്ത ലിറ്ററേച്ചറൊക്കെ വരുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ അത് അങ്ങനെ ചെയ്ത് അതിനകത്ത് ഞാനും എൻ്റെ പേരായിട്ട് അഭിനയിച്ച വേറൊരു പെൺകുട്ടിയുണ്ട്. അദ്ദേഹം ഒഴികെ ബാക്കി എല്ലാവരും 2-ൽ കൂടുതൽ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് മേക്കപ്പ് ചേഞ്ച്, ഫിഗർ ചേഞ്ച് ചെയ്ത് വന്നിട്ട് അവതരിപ്പിക്കുന്ന രീതിയിലായിരുന്നു. ഒരു വേദി മാത്രമേ അത് അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം അത് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഫണ്ട് വേണം അത് തുടർന്ന് കളിച്ചു കൊണ്ടുപോകാനായിട്ട്. പക്ഷെ പരിപൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടില്ല. അടുത്ത 1-2 വർഷങ്ങളുടെ ഒരു കാത്തിരിപ്പുണ്ട്. നാടകം കുറച്ചും കൂടി ഒന്ന് ചുരുക്കി, അതിൻ്റെ ആ വലിയ ഡ്യൂറേഷനൊക്കെ ഒന്ന് ചുരുക്കി കുറച്ചും കൂടി ക്രിസ്പാക്കി ചെയ്യണമെന്നുള്ളൊരു ആശയത്തിലാണ്. അത് എഴുതിയ സമയത്ത് നന്നായിട്ടുള്ള ഏതാണ്ട് 12 വർഷം ആ സബ്ജക്റ്റ് മനസ്സിലുണ്ടായിരുന്നു. യഥാർത്ഥ മിത്ത് എന്ന് പറയുന്ന പന്തിരുകുലം പെറ്റ പറയുടെ കഥ, അത് യഥാർത്ഥ മിത്ത്. പല ജാതിയിലും മതത്തിലുമായിട്ടൊക്കെ ആൾക്കാർ ജനിക്കുന്നു, 12 മക്കൾ ജനിക്കുന്നു എന്നുള്ള അതിനെ ഞാൻ എൻ്റെതായ രീതിയിലൊന്ന് പുനർവായനയ്ക്ക് വിധേയമാക്കിയപ്പോഴത്തേക്ക്
അതിൽ ജാതിയും മതവും ഇല്ലാത്ത ഒരാളുണ്ട്, അത് നാരായണത്തുകൊണ്ടാണ്. പർട്ടിക്കുലർ ഇന്ന ജാതിയാണ്, ബ്രാഹ്മണിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയുന്നുണ്ടെങ്കിലും അയാളുടെ ഐഡന്റിറ്റിക്കകത്ത് ജാതി പറയുന്നില്ല. പിന്നെ വായുള്ള പിള്ള പിഴയ്ക്കും വാകേറിയ ദൈവം അന്നവും കൊടുക്കും എന്ന് പറയുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് പറയും നിശബ്ദമായി, പറയും എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ഏറ്റവും അവസാനം പറയും പ്രതികരിക്കുന്ന സമയത്താണ് വായില്ല കുന്നിലപ്പനായിട്ട് മാറുന്നത്. അപ്പൊ അതിൽ ഒരാള് ജാതിയും മതം ഇല്ലാത്ത ആളാണ്, ജാതിയും മതം ഇല്ലാത്ത ആളാണ് ഭ്രാന്തൻ. ഒരാൾ മിണ്ടാത്ത ആളാണ്, ഒന്നും മിണ്ടാത്ത ആളാണ്, മിണ്ടാത്ത ആൾ ദൈവമാണ്. അങ്ങനെ ആ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് ഈ വരരുചിയെയും പറയുകയും കോടതിയിൽ വിചാരണ ചെയ്യുന്നിടത്താണ് നാടകം ആരംഭിക്കുന്നത്. രണ്ടുപേരെയും പുതിയ കാല കോടതി വിചാരണ ചെയ്യപ്പെടുത്തുന്നിടത്താണ് നാടകം ആരംഭിക്കുന്നത്. അതിനുവേണ്ടി കുറേ ഇപ്പം പറഞ്ഞ പോലെ മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്, അത് എഴുതിയെത്താനായിട്ട്. പിന്നെ നല്ല ലിറ്ററേച്ചറിൽ എഴുതണമെന്ന്, പൊയറ്റിക്കൽ ലാംഗ്വേജിൽ എഴുതണമെന്നൊരു ആഗ്രഹമുണ്ട്. ഏതാണ്ട് അതിനോട് നീതി പുലർത്താൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ലൊരു പൊയറ്റിക് ഡ്രാമയായിട്ട് എഴുതണം, അതിൻ്റെ ഡയലോഗ്സൊക്കെ പൊയറ്റിക്കായിട്ട് വരണം എന്ന് വിചാരിച്ച് എഴുതി. അത് അതിനോട് അടുത്തെത്തിയിട്ടുണ്ട്. പിന്നെ ഈ എല്ലാ സ്ഥലങ്ങളും ഞാൻ പോയി കണ്ടു. ഈ നമ്മുടെ പറയിപ്പറ്റ പന്തിരുകുലത്തിൻ്റെ ചരിത്രം അവശേഷിക്കുന്ന സ്ഥലങ്ങളുണ്ട്, പല സ്ഥലങ്ങളുണ്ട്. ഇപ്പം പൊന്നാനിയാണ് ഉപ്പുകൂറ്റിൻ്റെ സ്ഥലം, രൈരനെല്ലൂർ മല. ഒരു 9 മണിക്ക് ഞാൻ നടന്നു കയറാൻ തുടങ്ങി, ഒരു 11:30-12 മണി ആയപ്പോഴത്തേക്ക്, ഏതാണ്ട് ഉച്ചയാകുന്ന സമയത്ത്, ഉച്ചയായോടെ സൂര്യയെങ്കിൽ ഞാനും ഉച്ചയിലായി എന്ന് പറയുന്ന ഏതാണ്ട് ആ സമയത്ത് തന്നെ ഞാനും രൈരനെല്ലൂർ മലയുടെ മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അഗ്നിഹോത്രിയുടെ ഇല്ലം, അഗ്നിഹോത്രി യാഗം നടത്തിയ സ്ഥലം, പാക്കനാറുടെ ഇല്ലം, അങ്ങനെയുള്ള ഒരുവിധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം പോയി സ്ഥലങ്ങൾ കണ്ട് എന്നിട്ടൊക്കെയാണ് ആ നാടകം. എല്ലാ മക്കളും ഒത്തൊരുമിച്ച് ആ ഒരു സമയത്ത് അഗ്നിഹോത്രിയുടെ ഭാര്യക്കായിരുന്നു അല്ലെ എതിർപ്പ്? അതെ, എതിർപ്പുണ്ടായിരുന്നു. അതിന്റെ പിന്നിൽ ഞാൻ ആദ്യം പോയത് തന്നെ അഗ്നിഹോത്രിയുടെ ഇല്ലത്ത് പോയ സമയത്ത് അതിന്റെ പുറകിലാണ് ഞാൻ പോയത്. പുറകിലോട്ട് പോയപ്പോൾ ഒരു പാമ്പൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട്, അവിടെ അപ്പുറത്ത് മയിലുണ്ട്, പാമ്പ് കഴിഞ്ഞ് പോകുന്നത് കാണുന്നുണ്ട്. അപ്പൊ എൻ്റെ ഒരു സംശയം, ഈ പറയുന്ന കോവയ്ക്ക അതിന്റെ പുറകിലുണ്ടോ എന്നുള്ളതാണ്. ചെന്നപ്പോൾ ഉണ്ട്, കോവയ്ക്ക ഉണ്ട്. അതായത് പശുവിന്റെ അകിട് പറയാനായിട്ടുള്ള പാക്കനാര് അകിട് ബലിയിടാനായി ഈ പശുവിന്റെ അകിട് ബലി വസ്തുവായിട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, മാംസമാണെന്ന് പറഞ്ഞ് എടുത്തെറിയുമ്പോഴത്തേക്ക് അത് പിന്നെ കോവയ്ക്കായിട്ട് ഗോവൽ കായ്, പശുവിന്റെ കായ് എന്നുള്ള രീതിയിൽ പശുവിന്റെ അകിട് എന്നുള്ളത് ഗോവൽ കായ് പറഞ്ഞ് കോവയ്ക്കായി എന്നാണ് ചരിത്രത്തിൽ മിത്രമൊക്കെ പറയുന്നത്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അതുപോലെ തന്നെ ഈ ഇല്ലത്തിന്റെ പുറകിലായിട്ടുള്ള അടുക്കള വശത്ത് നിന്നായിട്ട് അവിടെ മരത്തിൽ ഇങ്ങനെ കോവയ്ക്ക പടർന്ന് കിടപ്പുണ്ട്. എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഒന്നിനും ഒരു വിശ്വാസങ്ങളെ ന്യായീകരിക്കുകയോ വിശ്വാസങ്ങളെ തള്ളിപ്പറയുകയോ ചെയ്യുന്നില്ല, ഞാൻ നേരിട്ട് കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്, നാടകത്തിന്റെ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട്. അതെ, നമുക്ക് പച്ചയായി പറയാൻ പറ്റുന്നത് നമ്മൾ എന്താ അനുഭവിച്ചോ അതിനെ പറ്റിയിട്ടായിരിക്കുമല്ലോ. അതെ, അങ്ങനെ. അപ്പൊ ആ നാടകം ഒരു വേദി അവതരിപ്പിച്ചുള്ളൂ, അത് വലിയൊരു വിഷമമാണ്. തുടർച്ചയായിട്ടുള്ള വേദികളിൽ അവതരിപ്പിക്കേണ്ട ഒരു നാടകമാണ്. മലയാള നാടകത്തിന് ഭാഷാപരമായിട്ടൊരു മുതൽക്കൂട്ടാകാൻ സാധ്യതയുള്ളൊരു നാടകമാണ്. ഞാൻ എഴുതിയതുകൊണ്ട് പറയല്ല, അത്രയും എഫർട്ട്, വേദങ്ങളൊക്കെ ഒരുവിധം പഠിച്ചിട്ടൊക്കെയാണ് എഴുതിയത്. അതെ, വാക്ക് പടവാളാക്കിയ കവി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതേപോലുള്ള ആയുധങ്ങൾ എടുത്ത് മറ്റുള്ളവരെ കൊന്നൊടുക്കുന്നതിന് പകരം ശരിക്കും നമ്മൾ വാക്ക് തന്നെയാണ് പടവാളാക്കേണ്ടത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഒരു പുലിപ്പെണ്ണ് എന്ന് പറയുന്ന ആ ഒരു നാടക സമാഹാരം അല്ലെ, അപ്പൊ അത് വായിച്ചപ്പോ എനിക്ക് അതുപോലെ തന്നെയാ തോന്നിയിട്ടുള്ളത്. പല വാക്കുകളും നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആഞ്ഞു തറച്ചു. എനിക്കൊന്നും തോക്ക് വേണ്ട, വാക്കുണ്ട്. അതെ, അതുകൊണ്ട് പിന്നെ തോക്കിന്റെ ആവശ്യമില്ല. പിന്നെ വാക്കുകൾ ഭയങ്കര ഇഷ്ടമാണ്. വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നല്ല, ഏതാണ്ട് ഒരു 12 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള എൻ്റെ പ്രായം ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് കൂട്ടി. അത് സത്യം പറഞ്ഞാൽ വായിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു വായനക്കാരൻ എന്നുള്ള ഇതിൽ ആസ്വാദനം എന്നതിൻ്റെ അപ്പുറം ഞാനെന്ന് പറയുന്ന എഴുത്തുകാരനെ പരുവപ്പെടുത്തണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എത്രത്തോളം വാക്കുകൾ സമാഹരിക്കാൻ പറ്റുമോ അത്രത്തോളം വാക്കുകൾ സമാഹരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ പുതിയ വാക്ക് പഠിക്കുമ്പോൾ അത് ഡയറിയിൽ എഴുതി വയ്ക്കുന്ന ആളാണ്. ഇംഗ്ലീഷിലായിരുന്നാലും മലയാളത്തിലായിരുന്നാലും ഹിന്ദിയിലായിരുന്നാലും പുതിയൊരു വാക്ക് പഠിക്കുമ്പോഴത്തേക്ക് അത് അതൊരു ത്രില്ലായിരുന്നു. പുതിയ വാക്കുകൾ നമ്മൾ തേടിയെത്തുമ്പോൾ അത് പിന്നീട് അത് ശീലമായി. ആദ്യം പ്രാക്ടീസ് ആയിരുന്നു, പിന്നീട് അത് ശീലമായി. ഇപ്പം ട്യൂണ്ടാണ്. ഇപ്പം എൻ്റെ അടുത്തൊരു കവിത എഴുതാൻ പറഞ്ഞാൽ ഞാൻ എഴുതും. പക്ഷെ എനിക്കതിൽ അത്ഭുതമേ ഇല്ല, കാരണം ഞാൻ ശീലിച്ചിരിക്കുന്നു. ഞാൻ ആൾറെഡി എൻ്റെ ബ്രെയിൻ ട്യൂണ്ടാണ്. പ്രാക്ടീസ് ട്യൂണ്ടാണ്. അഭിനയിക്കാൻ പറഞ്ഞാൽ അഭിനയിക്കും. കാരണം നമ്മൾ അതിനുവേണ്ടി നിന്നിട്ടുണ്ട്, പരിശീലിച്ചിട്ടുണ്ട്, അക്കാഡമിക്കലി പരിശീലനം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു. അതിൽ ഒരിക്കലും അതിൽ അത്ഭുതപ്പെടാനോ ഒന്നുമില്ല. എല്ലാവർക്കും പറ്റും. ഞാനിപ്പോ ഒരു കാര്യം പറയുന്നു, നമ്മുടെ ഇപ്പോ ഇന്ത്യ പാക് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെ, അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 2 വരി കവിത ഇപ്പൊ ഉണ്ടാക്കി പാടാൻ, ഇപ്പൊ ഓൺ ദ സ്പോട്ട് ഉണ്ടാക്കി പാടാൻ. സ്വയാർജിതമായിന്നു നിലനിൽക്കുവാൻ
അനിവാര്യമായതൻ 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 അനിവാര്യമായത് എന്താണോ അത് യുദ്ധമെങ്കിൽ യുദ്ധം. അനിവാര്യമായത് എന്താണോ അത് യുദ്ധമെങ്കിൽ യുദ്ധം. നിലനിൽപ്പിൻ്റെ ചുവട്ടിൽ നിലനിൽപ്പിൻ്റെ ചുവട്ടിൽ ആരു തന്നെ കോടാലി വച്ചാലും പ്രതികരിക്കാതെ പ്രതിഷേധിക്കാതെ സംയമനം അല്ല വേണ്ടത്. അനിവാര്യമായത് എന്താണോ അത് യുദ്ധമെങ്കിൽ യുദ്ധം. ട്യൂണ്ടന്നെയാണല്ലേ? എന്ത് ട്യൂണ്ടാണ്? താളത്തിലാണ് എഴുതിയിട്ടുള്ളത് കൂടുതലും. ഐ മീൻ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞല്ലോ പല വാക്കുകളും ഇതേപോലെ സമാഹരിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ സ്പോട്ടിൽ ഒരു കവിത എഴുതാനായിട്ട് പറഞ്ഞാൽ ഓക്കെയാണ്, പ്രാപ്തനാണ്. വെരി ഗുഡ്. ഇതിങ്ങനെ കവിത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കവിത. കാരണം ഞാനത് കവിത ആരെയും കേൾപ്പിക്കാനോ അല്ലെങ്കിൽ ആരുടെ മുമ്പിൽ കയ്യടി കിട്ടാനോ അല്ലെങ്കിൽ എനിക്ക് അംഗീകാരം കിട്ടാനോ എഴുതുന്ന സാധനമല്ല. ഞാൻ എല്ലാ കവിതകളെല്ലാം എഴുതിപ്പോയതാണ്. ഞാൻ എഴുതിയിരിക്കുന്ന ഏതാണ്ട് 900-ഓളം കവിതകൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം എഴുതിപ്പോയതാ. ഓരോ കവിതകളും ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മഹത്യകളിൽ നിന്നുള്ള രക്ഷപ്പെടലും കൂടിയാണ്. വല്ലാത്ത എൻ്റെ ഭയങ്കര സംഘർഷഭരിതമായ ജീവിതമാണ്. ഞാനത് ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനെ ഫേസ് ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷകരമായിട്ട് ഫേസ് ചെയ്യുന്നുള്ള ആളാണ്. അപ്പം അങ്ങനെ നമ്മൾ പിന്നെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളിങ്ങനെ മതിയാക്കാൻ ജീവിതം എന്നൊക്കെ തോന്നുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു കവിത ജനിച്ചു കഴിയുമ്പോൾ കവിത മരുന്നായിട്ട് മാറുന്നു, വീണ്ടും നമ്മൾ തുടരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കവിത ആരെയും കേൾപ്പിക്കാനോ ഞാൻ തിരുത്താറില്ല. എൻ്റെ കവിതയിൽ അക്ഷരത്തെറ്റ് തിരുത്താറില്ല, എൻ്റെ ഗ്രാമർ തെറ്റ് തിരുത്താറില്ല. കാരണം കവിത കുഞ്ഞുങ്ങളെ പോലെയാണ്. ഓട്ടിസമുള്ള കുഞ്ഞെങ്കിലും ആ കുഞ്ഞെൻ്റെ തന്നെയാണ്, മന്ദബുദ്ധിയാണെങ്കിലും ആ കുഞ്ഞെൻ്റെ തന്നെയാണ്. തിരുത്തേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കവിതയാണ് ജീവിപ്പിക്കുന്നത്, മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കാനുള്ളൊരു അവസരം എനിക്ക് തന്നിട്ടുള്ളതും കവിതകളാണ്. കവിതയിൽ എത്രയും ജെനുവിനാണ്. ബാക്കിയൊക്കെ നമ്മൾ പ്രേക്ഷകരെ ഇപ്പോൾ സിനിമ എഴുതുമ്പോഴോ അല്ലെങ്കിൽ നാടകം എഴുതുമ്പോഴോ സീരിയൽ എഴുതുമ്പോഴോ ഒക്കെ നമ്മൾ ബോധേഡാണ്. ആൾക്കാരെ കുറിച്ച് പ്രേക്ഷകരുണ്ട്. അപ്പോൾ അവരെങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യണം, അതെ അവരെങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യണം, അവരെ എങ്ങനെ എൻജോയ് ചെയ്യണം, എൻജോയ് ചെയ്യിപ്പിക്കണം, അതൊക്കെ നമ്മുടെ ചിന്തയിൽ വരും. കവിത അങ്ങനെ ഒന്നുമല്ല. കവിത ഇപ്പം എഴുതുമ്പോൾ ഞാനും ആ എഴുതുന്ന ഒരു അവസ്ഥയിൽ തമ്മിലുള്ള പനിയൊക്കെ വന്നിട്ടുണ്ട്. കവിതയൊക്കെ എഴുതിയിട്ട് ഒരു ദേഹമൊക്കെ ചൂടാകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ചില കവിതകളൊക്കെ എഴുതുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ഏത് തരം ഇമോഷൻ ആയാലും അത് എഴുതി തീർക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ആശ്വാസം ഒന്ന് വേറെ തന്നെയായിരിക്കും അല്ലേ? അതെ. പിന്നെ പലപ്പോഴും പലയിടത്തും പറയാറുണ്ട്, ഇപ്പം പൊതുവിൽ അഹങ്കാരമായിട്ട് വിചാരിക്കരുത്. ഇപ്പം നിങ്ങളൊരു പാട്ട് കേൾക്കുന്നു, ഒരു ചെറിയൊരു പാട്ട്, ഇപ്പം വെൺചന്ദ്രലേഖയൊരപ്സര സ്ത്രീ വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സര സ്ത്രീ പാട്ട് കേൾക്കുന്നു. അപ്പം ഞാനിത് കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ ഇൻഡെപ്ത് മീനിങ്ങിലേക്ക് പോകാൻ പറ്റും, അതിൻ്റെ സംഗീതത്തിലേക്ക് പോകാൻ പറ്റും, അതെൻ്റെ മനസ്സിൽ വിഷ്വലൈസേഷൻ കൊണ്ടുവരും. അപ്പം ഒരു കവിയായിരിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ എഴുത്തുകാരനായിരിക്കുന്നത് കൊണ്ടും മറ്റേതൊരാൾ ആസ്വദിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. മറ്റൊരാൾക്ക് ചിലപ്പോൾ അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയെന്ന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കത് അറിയാം. ഇങ്ങനെ അതിൻ്റെ എഴുതുന്ന ഒരു മാനസികാവസ്ഥ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ആ പാട്ടിലൂടെ പോകുമ്പം ഏതാണ്ട് ഒരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ ഈ പറയുന്ന കലയുമായിട്ടൊന്നും അത്ര അടുപ്പമൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ സാധാരണക്കാരൻ കേൾക്കുന്നതിൻ്റെ അപ്പുറം അതിനേക്കാളും ഒരു 10-70% കൂടുതൽ നമുക്കത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ എഴുതുന്ന കവിത മറ്റുള്ള നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ പറ്റും. ഏതൊരു സാധനം കേട്ടാലും ആസ്വദിക്കാൻ പറ്റും. ഒരു പുസ്തകം വായിച്ചാലും നമുക്കത് കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. കലാകാരനായി ഇരിക്കുന്നത് കൊണ്ട് അത് ആസ്വദിക്കാം. അതാണ് ഒരു കലാകാരൻ എന്നുള്ളതിൽ ഞാൻ അനുഭവിക്കുന്ന ഭാഗ്യം എന്തെന്ന് കേട്ടാൽ അത് തന്നെയാണ്. പിന്നെ അതേപോലെ ഈ കവിതകൾ വഴി പ്രണയവിവാഹമായിരുന്നു അല്ലേ? അതെ. അപ്പോൾ ഭാര്യയെ ഇംപ്രസ് ചെയ്യിക്കാനായിട്ട് കവിതകൾ എഴുതിയിട്ടുണ്ടോ? അങ്ങനെ ആരെ ഇംപ്രസ് ചെയ്യാനായിട്ടൊന്നും കവിത എഴുതിയിട്ടില്ല. ചില റിലേഷൻസിന് ഭാര്യക്ക് വേണ്ടി എഴുതിയിട്ടില്ലേ? കവിത ഉണ്ടായിട്ടുണ്ട്. വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് നല്ല സംസാരിച്ചപ്പോൾ ഇങ്ങനെയോ ഏതോ ഒരു യാത്രയിൽ ബോംബെയിലോ കൽക്കട്ടയിലോ എപ്പോൾ ഉള്ളൊരു യാത്ര തിരിച്ചു വന്ന സമയത്താണ് അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. അങ്ങനെ ഒരു 4 പേര് ഇങ്ങനെ
ചില കവിതകൾ നമ്മൾ അത്ഭുതപ്പെടുത്തും, നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ ജനിച്ചു വരും. അങ്ങനെ എഴുതിയതാണ്. അല്ലാതെ അവളെ ഇമ്പ്രസ് ചെയ്യാം, എഴുതി കളയാം, അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന ആളാണ് കേട്ടോ. അങ്ങനെ ചെയ്യേണ്ട ഗതികേടിലേക്ക് ഞാൻ പോവില്ല. എനിക്ക് കുറച്ച് തിമിരുള്ള ഒരാളാണ്. അങ്ങനെ അത്തരം കവിത എഴുതി ഇമ്പ്രസ് ചെയ്ത് കാമുക ഉണ്ടാക്കേണ്ട ഗതികേടിലേക്ക് ചേച്ചി കലാമന്ത്രി പോയിട്ടില്ല, പോകേണ്ട അവസരം ദൈവം തന്നിട്ടില്ല. ഭാര്യയ്ക്ക് വേണ്ടി അങ്ങനെ എഴുതിയിട്ടുണ്ട്, അറിയാതെ ഉള്ളിൽ നിന്ന്. ഭാര്യയ്ക്ക് വേണ്ടി എന്തിനായിരുന്നു നിന്റെ തീ പിടിച്ചൊരി വീടിനുള്ളിൽ നിന്നും എൻ്റെ പാട്ടെടുത്തു നീ, പാട്ടടർത്തിയിട്ട് പോയ പൂങ്കിനാവു നീ, പൂങ്കിനാവിനോരത്തൻ്റെ ഓല മൺകൂടിൽ, പൂങ്കിനാവിനോരത്തൻ്റെ ഓല മൺകൂടിൽ, കണ്ണുനീർ കണക്കു കൂട്ടി എണ്ണി നൽകിടാം കൺമഷിക്കുരുക്കിനുള്ള പാരിതോഷികം, ഏതു രാമനോടു ഞാൻ യുദ്ധമാടണം, ഏതു വാനരന്റെ ഗോഷ്ഠി കണ്ടു നിൽക്കണം, സീത നീ എനിക്കു മാത്രമുള്ള സങ്കടം, എന്നും എൻ്റെ കൂടെയുള്ള നിത്യസങ്കടം, അഗ്നിയിൽ പരീക്ഷണം നടത്തിയേൽക്കുവാൻ ദൈവമായ രാമനല്ല നിന്റെ രാവണൻ, എനിക്കു വേണമെന്നും എൻ്റെ നിന്റെ നെറ്റിപ്പൊട്ടിലെ ചുവന്ന സൂര്യസങ്കടം ഒഴുക്കി വിട്ട കർണനെ. സൂപ്പർ. അതെന്തുകൊണ്ടാണ് രാവണൻ എന്നുള്ള ആ ഒരു, എന്തുകൊണ്ട് സ്വയം രാവണനായി മാറി? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അവിടെ രാമനെ പരാമർശിക്കുന്നുണ്ട്, ഹനുമാനെ പരാമർശിക്കുന്നുണ്ട്. എനിക്കൊരു നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വളരെ സത്യസന്ധമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയെന്ന് വ്യക്തിപരമായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഐക്കണാണ് രാവണൻ. ഒരു അഗ്നി പരീക്ഷണങ്ങൾക്കും എന്താ പറയാ, രാമൻ എന്ന് പറയുമ്പോൾ അഗ്നി പരീക്ഷണങ്ങൾ അതുവഴിയാണ് ഭാര്യ പവിത്രതയുള്ളവളാണ് എന്ന് തെളിയിച്ചതല്ലേ. വിശുദ്ധീകരണ പ്രക്രിയ എങ്ങനെയായിരുന്നു? തീയിലൂടെ നടത്തിച്ചു, പതിവ്രതയാണെന്ന് ബോധ്യപ്പെടാനായിട്ട്, തനിക്കും നാടിനും ബോധ്യപ്പെടാനായിട്ട് നടത്തിച്ചു. പക്ഷെ അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ. ഞാൻ രാവണനെ പോലെയുള്ള ഭർത്താവാണ്. അങ്ങനെയല്ല, പുള്ളിയുടെ ചില കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പുള്ളി നല്ല കലാകാരനാണ് രാവണൻ. തീർച്ചയായിട്ടും അതെ. വീണ വായിക്കുന്ന ആളാണ്, എഴുതുന്ന ആളാണ്, പിന്നെ മഹാദേവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ്. അങ്ങനെയൊക്കെ ഉള്ളൊരു ക്വാളിറ്റീസ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് സ്വയം എനിക്കും അതുപോലെ ആവണം എന്ന് തോന്നി. അല്ല, ആ വ്യക്തിത്വം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ആ കഥാപാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. എൻ്റെ ലങ്കാലക്ഷ്മിയൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആണ് ആ കഥാപാത്രത്തിൽ. ഞാൻ ഡ്രാമ സ്കൂളിലാണ് പഠിച്ചത്, തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ. എൻ്റെ ഹോസ്റ്റലിന്റെ പേര് ലങ്ക എന്നായിരുന്നു, ഞാൻ തന്നെ പേരിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പുലിപ്പെണ്ണിലേക്ക് വരാം അല്ലേ. പുലിപ്പെണ്ണ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പുലിപ്പെണ്ണിൽ എനിക്ക് ഞാൻ വളരെ ഇംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു കോട്ട എന്ന് പറയുന്നത് ഹിഡിംബി കുന്തിദേവിയോട് ചോദ്യം, നാടകം ഭീമ ഹിഡിംബി എന്ന് പറയുന്നത് നാടക സമാഹാരത്തിലുള്ള. അപ്പോ ഇതിൽ കുന്തിദേവിയോട് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ. അതായത് കുറ്റവിചാരണയായി അമ്മ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ കൂടി പറഞ്ഞൊരു മുൻകൂർ ജാമ്യം എന്ന പോലെ എടുത്തിട്ടാണ് ഈ ഒരു ചോദ്യം അതെ ഉന്നയിക്കുന്നത്. പ്രപഞ്ചഗോളമായ സൂര്യനെ, യമധർമ്മ ഭഗവാനെ, ഇന്ദ്രനെ, അശ്വിനീ ദേവകൾക്ക് ഒരിക്കലും ദൃഷ്ടീഗോചരമല്ലാത്ത ദൈവിക സങ്കല്പങ്ങൾക്ക് എങ്ങനെയാണ് ബീജോത്പാദനം സംഭവ്യമാവുക എന്നൊരു ചോദ്യമുണ്ട്. അതേപോലെ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാത്ത മായാജാല കഥകൾ കൊണ്ട് ഇനിയെങ്കിലും ചരിത്രത്തെ വഞ്ചിക്കരുത് എന്ന് അല്ലേ. അപ്പോൾ നാം ഇത്രയും കാലം നമ്മളെയൊക്കെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ചരിത്ര കഥകൾ എന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല. ഇപ്പൊ എനിക്കറിയില്ല സൂര്യനിൽ നിന്ന് ഇങ്ങനെ കുട്ടി ഉണ്ടാവും എന്നുള്ള കാര്യം. പിന്നെ യമധർമ്മ ഭഗവാനിൽ നിന്ന് കുട്ടി ഉണ്ടാവുന്ന കാര്യം എനിക്കറിയില്ല. അശ്വിനി ദേവളിൽ നിന്ന് കുട്ടി ഉണ്ടാവുന്ന കാര്യം മഹർഷിയുടെ ഒരു വരമുണ്ടായിരുന്നു, അതറിയാം. അത് ലോജിക്കലി ചിന്തിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റേ കുളിച്ച് തൊഴുതിട്ട് വന്ന് കുറിയിട്ടിരുന്ന് എഴുതിയതും അല്ല. അതേതോ പാതിരാത്രിയിൽ എപ്പോഴോ എഴുതിയതാണ്.
താൻ ആഗ്രഹിക്കുന്ന ഏത് പുരുഷനിൽ നിന്നും തനിക്ക് സന്താനയോഗം ഉണ്ടാവും എന്ന ഒരു വരം. എന്നിട്ട് ഒരു 14-15 വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷ മാമുനി കൊടുക്കുന്ന വരം, ആഗ്രഹിക്കുന്ന പുരുഷന്മാരിൽ നിന്ന് തന്നെ സന്താന ഉൽപാദനം സംഭവിക്കട്ടെ. എന്റെ സംശയം സൂര്യനിൽ നിന്നൊക്കെ എങ്ങനെ കൊച്ചുണ്ടാകുന്നു എന്നുള്ള കാര്യം സംശയമുണ്ട്. അങ്ങനെ വളരെ നിഷ്കളങ്കമായിട്ട് എഴുതിയൊരു നാടകമാണ്. എഴുതിയതാണ്. പക്ഷെ ഇപ്പോ പലപ്പോഴും നമ്മളിപ്പോ ഏതൊരു കാര്യത്തിനെ പറ്റി നമ്മൾ ഉന്നയിക്കുമ്പോഴും ദൈവം എന്നുള്ള ആ ഒരു വാക്ക് നമ്മുടെ മുന്നിൽ വരുമ്പോ നമ്മളൊന്ന് ഭയപ്പെടും അല്ലേ? അതാ പ്രശ്നം. പൊതു സമൂഹത്തെ പറ്റിയാണ് പറഞ്ഞത്. എന്നും പറഞ്ഞ ഒരാളുണ്ട്, ആളിപ്പം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു മനുഷ്യനാണ്. നമ്മളൊക്കെ ഇത്ര ആരാധിക്കുകയും അല്ലെങ്കിൽ വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന ദൈവങ്ങളുടെ കയ്യിൽ എന്തിനാണ് ആയുധം? ഭദ്രകാളിക്ക് 4-6 കൈ ഉണ്ട്, ഇതൊക്കെ ആയുധങ്ങളാണ്. വേറെ ദൈവങ്ങളൊക്കെ എടുത്ത് നോക്കി എല്ലാ ദൈവങ്ങളുടെ കയ്യിൽ മഹാവിഷ്ണുവിന്റെ സുദർശനം ഇരിക്കുന്നു, മറ്റു തൃശ്ശൂരിൽ ഇരിക്കുന്ന ആയുധ വെപ്പൺസ് ആണ്. എന്തിന് ഇത്രയും ഒരു പ്രപഞ്ചത്തിനെ പോലും ചലിപ്പിക്കാനും ചലനം ഇല്ലാതാക്കാനും ശേഷിയുള്ള ഒരു ഐഡന്റിറ്റി ആണ് ഈശ്വരനെങ്കിൽ ആ ഈശ്വരന്മാരുടെ കയ്യിൽ എന്തിനാണ് ആയുധം? അതുപോലെ തന്നെ നിങ്ങൾ എന്തിനു ദൈവത്തിനെ ഭയക്കുന്നു? ദൈവത്തിനെ സ്നേഹിക്കും, ദൈവത്തിനെ പേടിക്കുന്ന എന്തിന്? ഭൂതം പിശാച് പ്രേതമൊക്കെ ആണെങ്കിൽ നമുക്ക് പേടിക്കാം, കാരണം കൊന്ന് ചോരയൊക്കെ കുടിക്കും എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ള കഥകൾ. പേടിക്കും. ദൈവത്തിനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പേടിയില്ല. എനിക്ക് പൊതുവെ ഈ പ്രേതത്തിന് പിശാചിനെ ഒന്നും പേടിയില്ല. ഞാൻ ഉദ്ദേശിച്ചത് അതായത് ഇങ്ങനെയുള്ള ദൈവവൽക്കരിച്ച് അതിന്റെ മറവിലാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത്. ഈ ദൈവസങ്കല്പം ഇപ്പൊ നമ്മളുടെ മിത്തുകൾക്കകത്തായിരുന്നാലും നമ്മളുടെ പുരാണങ്ങൾക്കകത്തായിരുന്നാലും എപ്പിക്സിലായിരുന്നാലും നമ്മൾ ഈ ദൈവം എന്ന് പറയുന്ന നമ്മുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ദൈവസങ്കല്പത്തിനെ മാറ്റി വെച്ചിട്ട് മാനവികമായിട്ട് മാനുഷികമായിട്ട് ആ കഥാപാത്രവുമായിട്ട് നമുക്ക് ഇടപഴകാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ഇത്തരം ചില ചോദ്യങ്ങളുടെ ഉത്തരവൊക്കെ അതിൽ നിന്ന് കിട്ടും. നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ടുള്ള ഒരു പ്രശ്നമാണ്. അതങ്ങ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് കഥാപാത്രങ്ങളല്ലേ? ഒരു വാൽമീകി എഴുതി അല്ലെങ്കിൽ ഒരു വ്യാസൻ എഴുതിയ കഥാപാത്രം. ഇവിടെ ദൈവങ്ങൾ ഉണ്ടാക്കിയത് എഴുത്തുകാരാണെന്ന്. ദൈവങ്ങളെ പോലും ഉണ്ടാക്കിയത് എഴുത്തുകാർക്ക് അമ്പലം പണിയട്ടെ. ഇത്രയും ദൈവിക പ്രഭാവത്വമുള്ള കഥാപാത്രങ്ങൾ അല്ലെ ദൈവമെന്ന് തോന്നിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയ എഴുത്തുകാർക്കാണ് അമ്പലം വേണ്ടതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എൻ്റെ ഒരു നിലപാട്. അങ്ങനെ അവരെയൊക്കെ ഉണ്ടാക്കിയത് കൃഷ്ണനെയും ശ്രീരാമനെയൊക്കെ ഉണ്ടാക്കിയത് എഴുത്തുകാരാണെന്നാണ് ഞാൻ എൻ്റെ മനസ്സിലാക്കല്. എനിക്ക് അത്രേ ബുദ്ധിയുള്ളൂ. എൻ്റെ ബുദ്ധിയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ല സത്യം. നമ്മൾ ഒരുപാട് ആരാധിക്കുന്ന ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ദൈവിക പ്രഭാവമുള്ള ഒരു വ്യക്തി തന്നെയാണ് ആര്? ഭീമൻ അല്ലെ? ഭീമനെയും അതേപോലെ ഈ ഒരു രീതിയിൽ തന്നെയാണ് പരാമർശിച്ചിട്ടുള്ളത്. അതായത് പുരുഷ മേധാവിത്വത്തിന്റെ ഏറ്റവും എന്താ പറയാ പീക്ക് ലെവലിൽ. എനിക്ക് വിഷമം തോന്നിപ്പോയ ഇയാള് കാട്ടിൽ പോയി, അവിടെ വനവാസ സമയത്ത് പോയി. അപ്പൊ കാട്ടില് സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി, ട്രൈബായിരിക്കാം, ഷെഡ്യൂൾഡ് ട്രൈബായിരിക്കാം, ഹിഡംബിയെ കണ്ടു. അപ്പൊ അവളോടത്ത് പ്രണയം എന്നൊക്കെ പറഞ്ഞ് അവളുടെ കൂടെ ജീവിക്കുന്നു. അതിലൊന്നും തെറ്റെനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ കൊച്ചുണ്ടായിട്ട് ഈ ഹഡോൾ കൊച്ചൻ എന്ന് പറയുന്ന പയ്യൻ ജനിച്ചിട്ട് ഇയാൾ വീണ്ടും തിരിച്ച് കൊട്ടാരത്തിൽ പോയി. പിന്നെ ഇവന് ഈ തള്ളയെയും മോനെയും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പിന്നെ ആ യുദ്ധത്തിന്റെ ആവശ്യം വരുമ്പോൾ ശ്രീകൃഷ്ണൻ ഓർമ്മിപ്പിക്കുമ്പോഴാണ് കാട്ടിലിങ്ങനെ ഒരു ഭാര്യയുണ്ട്, കാട്ടിലിങ്ങനെ നിനക്കൊരു മോനുണ്ട്, അവൻ ഭയങ്കര കരുത്തിനാണ്, അവനെ വിളിച്ചുകൊണ്ട് വന്നാൽ യുദ്ധം കുറെ പേരൊക്കെ കൊന്ന് നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളെ സഹായിക്കാൻ പറ്റും. പക്ഷെ ശ്രീകൃഷ്ണൻ അതും പറയുന്നുണ്ട്. കാരണം അതിൽ ആ യുദ്ധത്തിൽ പങ്കെടുത്താല് കർണനാൽ വധിക്കപ്പെടുന്നു പറയുന്നുണ്ട്. അതിന്റെ വൈജയന്തം ഉള്ളിടത്തോളം കാലം അർജുനെ കൊല്ലാൻ പറ്റില്ല. അപ്പം വൈജയന്തത്തിന് ഒരു ഇര വേണം, അല്ലെങ്കിൽ ഭാവിയിൽ അവകാശവും ചോദിച്ചുകൊണ്ട് വരാൻ സാധ്യതയുള്ള ഒരു അവിഹിത സന്തതി കൂടിയാണ് നാടകത്തിനകത്ത്. തീർച്ചയായിട്ടും ഇതൊക്കെ എന്താണെന്നറിയോ, ഈ ദൈവിക സങ്കല്പമൊക്കെ എന്തെങ്കിലും നമുക്ക് മാറിയിട്ട് ഇവരൊക്കെ മനുഷ്യനായിട്ട് കണ്ട് സമകാലീനപ്പെടുത്തി വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. സമകാലീനപ്പെടുത്തി വ്യാഖ്യാനിച്ച് മനുഷ്യരായിട്ട് കണ്ടു എന്നുള്ളതാണ്. അത് എൻ്റെ ശരി, അത്രേ ഉള്ളൂ. അങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ മറ്റൊരു ചോദ്യം വരുന്നുണ്ട്. അതായത് ശ്രീകൃഷ്ണന്റെ ആ തന്ത്രപരമായിട്ടുള്ള ആ ഒരു രാഷ്ട്രീയ തന്ത്രങ്ങളുണ്ടല്ലോ അല്ലേ? ഇതിലും അതുപോലെ തന്നെയാണ്. വളരെ ബുദ്ധിമാനായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്ത്രങ്ങൾ ഉപയോഗിച്ചു. അതെ, തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടാണ് ആയുധം ഞാൻ എടുക്കില്ല എന്ന് വാക്ക് കൊടുത്തിരുന്നു കൗരവർക്ക്. ഞാൻ ആയുധം എടുക്കില്ല എന്ന് വാക്ക് കൊടുത്തിട്ട് യുദ്ധത്തിന് ആയുധം എടുത്ത് സുദർശനം എടുത്ത് സൂര്യനെ മറച്ചിട്ട് ജയദ്രഥനെ കൊല്ലാനായിട്ട് ഉള്ള എല്ലാ സംഭവങ്ങളും ചെയ്തു കൊടുത്തു. തന്ത്രം നല്ല രാഷ്ട്രീയക്കാരനാണ്. ഇതേപോലെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി കരുണാകരന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദൈവമല്ലേ ശ്രീകൃഷ്ണൻ? ഇതേപോലെ രാഷ്ട്രീയ തന്ത്രം, കൃഷ്ണനെ പോലെ രാഷ്ട്രീയപരമായിട്ടുള്ള കുടില തന്ത്രങ്ങൾ മെനയുന്ന ഏതെങ്കിലും ഒരു വ്യക്തി നമ്മുടെ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയത്തിലുണ്ടോ, അതോ മുൻപുണ്ടായിട്ടുണ്ടോ? രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്ത്രങ്ങൾ തന്നെയാണ്. നമ്മളിപ്പോ ശബരിമലയിലുള്ള പൂജ നടത്തുന്ന ആളിന് എന്തെന്നാ പറയുന്നത്? തന്ത്രി. തെറ്റാണ്. ഇപ്പൊ മന്ത്രിക്ക് ആ പേര് കൊടുക്കണം.
അത് മലയാളത്തിന് പറ്റിയൊരു തെറ്റായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തന്ത്രങ്ങൾ അറിയാവുന്നവനാണ് തന്ത്രി എങ്കിൽ മന്ത്രിക്കാണ് അത് കൊടുക്കേണ്ടത്. മന്ത്രങ്ങൾ അറിയാവുന്നവനാണ് മന്ത്രി. അങ്ങനെയാണെങ്കിൽ തന്ത്രിയുടെ പേര് മാറ്റി മന്ത്രി നിർണം. തന്ത്രങ്ങൾ അറിയാവുന്ന തന്ത്രി, ഈ പേര് തെറ്റിപ്പോയി. മലയാളത്തിന് തെറ്റിപ്പോയി 2 ഭാഷാ തെറ്റുകളാണ് മന്ത്രവും തന്ത്രി. മന്ത്രങ്ങൾ അറിയാവുന്ന ആളാണ് പൂജ നടത്തുന്നത്, അതാണ് മന്ത്രി. തന്ത്രങ്ങൾ അറിയാവുന്നവനാണ് നാട് ഭരിക്കുന്നത്, അത് തന്ത്രി. അപ്പോൾ രാഷ്ട്രീയത്തിൽ തന്ത്രങ്ങളുണ്ട്, തന്ത്രങ്ങളും കുതന്ത്രങ്ങളും തന്നെയാണ് രാഷ്ട്രീയം. അത് തന്നെയാണ് മഹാഭാരതം മുന്നോട്ട് വയ്ക്കുന്നത്. ടോട്ടൽ മഹാഭാരതം എന്ന് പറയുന്ന ആ ടെക്സ്റ്റ് മുന്നോട്ട് വയ്ക്കുന്നത് അധികാരത്തിന്റെ രാഷ്ട്രീയം എങ്ങനെയാണ് എന്നുള്ളത് തന്നെയാണ്. കള്ളക്കളിയാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ എന്തുകൊണ്ട് അവിടെ വെച്ച് കളി അവസാനിപ്പിച്ചില്ല? ഇവർ പറയുന്നില്ല ചൂതുകളി കള്ളക്കളിയാണ്, കള്ളച്ചൂത് നടത്തിയിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷെ പറയുന്നുണ്ട് ധർമ്മം പുനഃസ്ഥാപിക്കാനായിട്ട്. ധർമ്മം അല്ല, എന്റെ സംശയമാണ്. കള്ളക്കളി നിർത്തറ കളിക്കുന്നില്ല, ഇത് കള്ളക്കളിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു പദപ്രയോഗമാണ് തിരുവനന്തപുരത്ത്, അന്തക്കളി ഇന്താതെ പോകുന്നു. നാട്ടുഭാഷയാണ് അത്. അല്ല, കളി നീ നിർത്ത്, കളിക്കണ്ട എന്ന് പറയാൻ വരുന്നത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത് ഈ ഉള്ളവന്റെ ചെറിയൊരു സംശയം. അപ്പം മഹാഭാരതം ടോട്ടൽ രാഷ്ട്രീയം പഠിപ്പിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ടെക്സ്റ്റാണ്. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമാണത്. ഒരു പൊളിറ്റിക്കൽ ടെക്സ്റ്റ് എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ ദൈവം എന്നൊക്കെ മാറ്റി വെച്ചിട്ട് പഠനപരമായിട്ട് രാഷ്ട്രീയ പുസ്തകം എന്നുള്ള രീതിയിൽ വായിക്കാൻ പറ്റുന്നതും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള, രാഷ്ട്രീയ പ്രവർത്തകർക്ക് പഠിക്കാനുള്ള ഒരു വലിയ ടെക്സ്റ്റ് തന്നെയാണ് മഹാഭാരതം. അതിൽ ഈ പറഞ്ഞ ശകുനി ആയിരുന്നാൽ പോലും, ഒരു ശകുനിക്ക് അമ്പലമുള്ള നാടാണ് കേരളം. ശകുനിയുടെ അമ്പലമുണ്ട്. ഞാനിവിടെ നാടകം കളിച്ചിട്ടുണ്ട്. അപ്പം തന്ത്രങ്ങളുടെയും കുതന്ത്രങ്ങളുടെയും ഒക്കെ മേഖല തന്നെയാണ് രാഷ്ട്രീയം. അങ്ങനെ തന്നെയാണ്, അത് തന്നെയാണ് നിലനിൽപ്പ്. എൻ്റെ ചോദ്യം ഇപ്പോഴും പൂർണ്ണമായില്ല. ഒരാൾക്ക് ജോലി കിട്ടാനായിട്ട്, ഇപ്പം എനിക്കോ താങ്കൾക്കോ ഒരു ജോലി കിട്ടണമെങ്കിൽ നമ്മൾ PSC ടെസ്റ്റ് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കണം. അല്ലാതെ നമ്മൾ 2 അച്ഛനും അമ്മയും കൂടെ പരീക്ഷ ഹാളിൽ അപ്പുറം വന്നിരുന്ന് സഹായിക്കില്ല. ഒറ്റയ്ക്ക് പഠിച്ചാൽ ജോലി കിട്ടും. ഒരാൾക്ക് ജോലി കിട്ടാനായിട്ട് ഒരുപാട് പേര് അധ്വാനിക്കുന്ന ഒരേ ഒരു മേഖലയേ ഉള്ളൂ, മന്ത്രിപ്പണി. അത്തരത്തിൽ രാഷ്ട്രീയത്തിൽ ഇതേപോലുള്ള ശ്രീകൃഷ്ണന്മാർ ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും. രാഷ്ട്രീയം നമ്മൾ പൊതുവെ പറയുന്നൊരു വാക്കുണ്ട്, സിനിമയിൽ കയറി എന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങി എന്നാണ് പറയുന്നത്. അല്ല, സിനിമയിൽ ഇറങ്ങി രാഷ്ട്രീയത്തിൽ കയറി എന്ന് പറയൂല. രാഷ്ട്രീയത്തിലൊരു ഇറങ്ങലുണ്ട്. ആ ഇറങ്ങല് രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരു ഇറക്കമാണ്. അവിടെ ബുദ്ധിയുടെ കളിയാണ്. ബുദ്ധി വെച്ച് തന്ത്രങ്ങൾ മെനഞ്ഞ് തന്നെയാണ് കളിക്കുന്നത്. അധികാരം നിലനിർത്താനായിട്ട് തന്ത്രങ്ങളുടേതായിട്ടുള്ള ആവശ്യമുണ്ട്. ബുദ്ധിയുടെ കളി തന്നെയാണ്. നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ് രാഷ്ട്രീയക്കാർ. ഇപ്പൊ ഭീമഹിഡുംബി കൽക്കട്ടയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ നാടക അവതരണത്തിൽ ഒരു 13 വീട്ടമ്മമാരാണ് അതിനകത്ത് അഭിനയിച്ചത്. ഭീമഹിഡുംബി നാടകത്തിനകത്ത് 13. അവർ പലരും ആദ്യമായിട്ടൊക്കെ സ്റ്റേജിൽ കയറുന്ന ആൾക്കാരായിരുന്നു. ഭയങ്കര പേടിയും ഇതൊക്കെ ഇൻഹിബിഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ നാടകത്തിലേക്ക് അതിന്റെ റിഹേഴ്സൽ പ്രോസസ്സിലൂടെ വന്ന് അവർ അവതരണത്തിലേക്ക് എത്തിയപ്പോൾ അതൊക്കെ മാറി, ഭയങ്കര ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ആ നാടകം, ഈ ഭീമഹിഡുംബി എന്ന് പറയുന്ന നാടകം കൽക്കട്ടയിൽ അവതരിപ്പിച്ചതിന് ശേഷം വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയുള്ള ചില സംഘടനകളുടെ ഭാഗത്തുനിന്ന് കുറച്ച് ഇതായിട്ട് കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അതിന് ഒരുപാട് എനിക്കറിയാവുന്ന രീതിയിലുള്ള മറുപടികൾ, ഉത്തരങ്ങൾ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. എൻ്റേതായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ മഹാഭാരതത്തെ വെച്ചാണല്ലോ കമ്പയർ ചെയ്യുക അല്ലേ? അതെ, മഹാഭാരതത്തിനെ വെച്ചിട്ട് തന്നെയാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ മഹാഭാരതം വായിച്ചിട്ടുണ്ടോ, രാമായണം വായിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വായിക്കണം എന്നൊക്കെ പറഞ്ഞു. മഹാഭാരതം രാമായണമൊക്കെ വായിച്ചിട്ടൊക്കെ വേണം ഇതൊക്കെ എഴുതാനെന്ന്. അപ്പോൾ എൻ്റെ വീടിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടിക്കാലം മുതൽ, എൻ്റെ ഏറ്റവും കുട്ടിക്കാലം, എൻ്റെ ബോധം വയ്ക്കുന്ന കാലം എന്ന് വേണമെങ്കിൽ പറയാം, ആ കാലം മുതൽ ഞാൻ കേട്ട് വളരുന്നത് രാമായണവും മഹാഭാരതവും ഒക്കെയാണ്. നിരന്തരം വീട്ടിൽ രാമായണവും മഹാഭാരതവും ഭാഗവതവും ഒക്കെ വായിക്കുന്ന ഒരു വീടായിരുന്നു. പിന്നെ എൻ്റെ അമ്മയുടെ അമ്മ കഥ പറയുന്നത് വളരെ സാമാന്യവൽക്കരിച്ചാണ് കഥ പറയുന്നത്. എന്നാലും അർജുനൻ മര്യാദയ്ക്ക് യുദ്ധത്തിൽ നിന്ന് അങ്ങ് തിരിച്ച് പോയനാ ഈ മറ്റേ അപങ്കാരണം ഇത്രയും കലിപ്പോടെ ഉണ്ടാക്കിയത്. മര്യാദയ്ക്ക് അവൻ്റെ വായും വെച്ചുകൊണ്ട് അമ്മമ്മ ആരെ കാര്യമെന്ന് പറയുന്നത്, എടാ ശ്രീകൃഷ്ണൻ അവൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ചെറുക്കൻ യുദ്ധം ചെയ്യാതെ അങ്ങ് പോവില്ലായിരുന്നു. അങ്ങനെ വളരെ സാമാന്യവൽക്കരിച്ച് കഥ പറയുമായിരുന്നു. ഇതെന്നെ എൻ്റെ കുട്ടിക്കാലത്തിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ വായിച്ചും കേട്ടും കണ്ടും നാടകത്തിലേക്കൊക്കെ വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഒരു സാമാന്യവൽക്കരണം, ഈ ദൈവികവൽക്കരണത്തിനപ്പുറം ഈ കഥാപാത്രങ്ങൾ, ഞാൻ കഥാപാത്രങ്ങളായിട്ടാണ് കാണുന്നത്. ആ കഥാപാത്രങ്ങളെ സാമാന്യവൽക്കരിച്ച് നിലവിലുള്ള ജീവിത സാഹചര്യങ്ങളും കൂടെ ക്ലബ് ചെയ്ത് ആലോചിച്ചപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ ചില ലോജിക്കലി കിട്ടിയ ചില സാധനങ്ങൾ നാടകരൂപത്തിലേക്ക് മാറ്റി എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയാണ് എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഭയം ഇല്ല. കഴുത്തിനേക്കാൾ കൂടുതൽ എഴുത്തിനെ സ്നേഹിക്കുന്നു. എഴുത്തുമായിട്ട് ഭയമില്ല. എഴുത്തില്ല നമ്മളിങ്ങനെ എഴുതിയെന്നുള്ള കാരണത്താൽ ഒരു വെടിയുണ്ടയോ ഒരു കത്തിയോ ഒന്നും പേടിയില്ല. കാരണം എല്ലാം നമ്മളിപ്പോൾ പേഴ്സണലി എഴുതുന്നത് ലോകത്തിന് ശാശ്വതമായ നന്മയ്ക്ക് തന്നെയാണ് എഴുതുന്നത്. ആരും ആരുടെയും ശത്രുവല്ല. സ്നേഹം എന്നൊക്കെ പറയുന്ന ചില വികാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് തന്നെയാണ് എഴുത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അല്ലാതെ രണ്ടുപേരും തമ്മിൽ വെട്ടിച്ചാകാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാ എഴുത്തുകളും അവസാനം ചെന്ന് നിൽക്കുന്നത് പരമമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്ന ആ ഒരു ധർമ്മത്തിലാണ് ചെന്ന് നിൽക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ സാറിൻ്റെ എഴുത്തുകളെ നോക്കുകയാണെങ്കിൽ ഇപ്പം നാടകമായാലും മറ്റെന്തായാലും ഒരു തരത്തിൽ സ്ത്രീപക്ഷ എഴുത്തുകളുടെ മേൽക്കോയ്മ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്?
എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു എഴുത്തിലേക്ക് വഴിതെളിച്ചത് എന്താണ്? സ്ത്രീകൾക്ക് പ്രാധാന്യം, സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം പ്രസക്തിയും കൊടുത്തുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഹിഡുംബി ആയാലും ഭീമഹിഡുംബി ആയാലും പുലിപ്പെണ്ണായാലും പറയാതിരുന്നതായാലും സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെയാണ്. അത് നമ്മളിങ്ങനെ ജീവിച്ചു പോവുകയാണ്, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ജീവിച്ചു പോവുകയാണ്. ജീവിച്ചു പോകുമ്പോഴത്തേക്ക് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം, പിന്നെ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ, നമ്മൾ കേട്ട കാര്യങ്ങൾ, വായന, ഇതൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഞാൻ ഭയങ്കര മകനാണ്, അമ്മയായിട്ട് ഭയങ്കര മെന്റലി അറ്റാച്ച്മെന്റ് ഉള്ള മകനാണ്. പക്ഷെ ഞാനും അമ്മയും തമ്മിൽ സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ലോക ശത്രുക്കളായിട്ടുള്ള ഭീകര ശത്രുക്കളായിട്ടുള്ള രണ്ടാൾക്കാരെ സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും, ആ രീതിയിലായിരുന്നു എൻ്റെ അമ്മയുടെ കമ്മ്യൂണിക്കേഷൻ. പക്ഷെ മറ്റേ സിനിമയിൽ പറയുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള അന്തർധാര വളരെ ശക്തമായിരുന്നു പറയാൻ. അപ്പം അമ്മ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്ത്. ഒരു അച്ഛൻ മരണപ്പെട്ടു പോയതിനു ശേഷവും ഞങ്ങൾ 3 മക്കളാണ്. അപ്പോൾ ആ 3 മക്കളെ വിദ്യാഭ്യാസപരമായിട്ടും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഭയങ്കര സ്ട്രഗിൾ ചെയ്ത് ഇപ്പം അച്ഛൻ്റെ കൂടെയുള്ള ലൈഫ് അത്ര സുഖകരമായിരുന്നില്ല. അച്ഛൻ കുറച്ച് പ്രശ്നക്കാരനായിട്ടൊക്കെ ഉള്ളൊരു അച്ഛനായിരുന്നു, നല്ല മദ്യപാനിയൊക്കെ ആയിട്ടുള്ള ഒരു അച്ഛനായിരുന്നു. അപ്പോൾ അവരൊരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അമ്മ എന്ന് പറയുന്ന ആൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ചിലപ്പം അത് കണ്ടു വളർന്നൊരു മകനായതുകൊണ്ടായിരിക്കാം ഈ കഥാപാത്രങ്ങളിലേക്ക്, ഈ പറഞ്ഞ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം അർഹിക്കുന്ന നാടകങ്ങളിലേക്ക് എത്തിച്ചേർന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം റീസെൻ്റ് എഴുതിയിരിക്കുന്നത് പക്ഷേ ഒരു പരിപൂർണമായിട്ട് ഒരു പുരുഷപക്ഷ നാടകം എന്ന് തന്നെ പറയാം. കാരണം 2 പുരുഷന്മാർ അവരുടെ ജീവിത കഥ പറയുന്നതാണ്. പക്ഷെ അതിലും സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്, പറഞ്ഞു പോകുന്ന സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. പിന്നെന്താണ് ഈ പക്ഷമെന്നൊന്നും പറയുന്ന സാധനമൊന്നും ഇല്ലെന്നേ. എനിക്കങ്ങനെയാണ്. അപ്പോൾ സ്ത്രീപക്ഷം പുരുഷപക്ഷം എന്നൊക്കെ പറയുന്ന ആരൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്, നമ്മൾ ഈ പോണ പോക്കിൽ എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ചത്തുപോകുന്നു എന്നുള്ളതല്ലാതെ അങ്ങനെയൊന്നും നമ്മളൊരു ജീവി, ഈ പറഞ്ഞ കാക്ക പൂച്ച കൊക്കര കോഴി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ. പക്ഷെ ഇത്രയും തീവ്രമായിട്ട് എഴുതണമെങ്കിൽ അതിന് സമമായിട്ടുള്ള എന്തെങ്കിലും ഒരു മനുഷ്യന് വേണ്ടി എഴുതി എന്ന് പറഞ്ഞാൽ മതി. അത് ഹിഡുംബി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അമ്മ തന്നെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്. അമ്മയുടെ ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ ആയിരിക്കും ഇതൊക്കെ വന്നിട്ടുണ്ടാവുക. അമ്മയുടെ ഒരു സ്ട്രഗ്ലിങ്സും കാര്യങ്ങളൊക്കെ. ആ ഹിഡുംബി സമരമുഖത്തേക്ക് പോകുന്നതാണ് ഭീമ ഹിഡുംബിയുടെ അവസാനം അല്ല. അവിടെ ഹിഡുംബിയുടെ വാക്കുകൾ ഉണ്ടായിരുന്നു. അതായത് ഏതൊരു സ്ത്രീപക്ഷ കാഴ്ചപ്പാടിന്റെയും അടിസ്ഥാന രാഷ്ട്രീയം അമ്മത്വമാണ്. ഞാൻ തന്നെ മറന്നുപോയി കേട്ടാ, അതിൽ എഴുതി വെച്ചിരിക്കുന്നു. ശരിയാ ഞാൻ സത്യത്തിൽ മറന്നുപോയി. എത്രയോ നാൾ മുമ്പ് എഴുതിയില്ലേ, മറന്നുപോയി. ഏതൊരു സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന്റെയും അടിസ്ഥാന രാഷ്ട്രീയം അമ്മത്വമാണ്. അത് എൻ്റെ രീതിയിൽ ഈ ഫെമിനിസം എന്ന് പറയുന്ന ഒരു വാക്കിന് എൻ്റെതായ രീതിയിലൊന്ന് വ്യാഖ്യാനിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഏറ്റവും വലിയ ഫെമിനിസ്റ്റ് അമ്മയാണെന്നാണ്, എൻ്റെ അമ്മയാണ് ഏറ്റവും വലിയ ഫെമിനിസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ അമ്മമാരും ഫെമിനിസ്റ്റാണ്. അമ്മയാകുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ ഇനിയും നമ്മൾ എഴുതി എത്തിയിട്ടില്ല അവിടേക്ക്. അമ്മത്വം എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്ക് എനിക്ക് എഴുതി എത്താൻ പറ്റിയിട്ടില്ല, പറ്റുമെന്ന് അറിയില്ല. വലിയ കാഴ്ചപ്പാടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് അതിൽ സ്ത്രീകളിലും കാണുന്നത്. എല്ലാ സ്ത്രീകളിലും ഒരു അമ്മയുണ്ട്. അറിഞ്ഞോ അറിയാതെ അവരുടെ ഉള്ളിലുള്ളൊരു അമ്മത്വമുണ്ട്. അത് ചേർത്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനായിട്ട് റെസിസ്റ്റ് ചെയ്യുന്ന, പ്രതിരോധിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു അമ്മത്വം സ്ത്രീകളിലുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എഴുതിയതാണ്. അതേപോലെ പുലിപ്പെണ്ണിലേക്ക് വരുമ്പോൾ പുലിപ്പെണ്ണിലും സ്ത്രീ കഥാപാത്രത്തിനെ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് എടുത്ത് കാണിക്കുന്നത്. ആ പുലിപ്പെണ്ണ് എഴുതാനായിട്ടുള്ള ഒരു കാരണമുണ്ട്. അത് പുലിപ്പെണ്ണിലേക്ക് വരുന്നത് മാതൃഭൂമി പത്രത്തിലെ ഒരു വാർത്തയാണ്. ഏതാണ്ട് ഒരു 15-20 വർഷം മുമ്പാണ് അവളിൽ വന്നൊരു വാർത്ത. 2014 ഈ നാടകം കളിക്കുന്നത്. അതിന് മുമ്പ് എഴുതിയത് ഞാൻ 2012 എഴുതി തീർത്തതാണ്. അപ്പോൾ ആ സമയത്ത് വന്നൊരു വാർത്ത, വയനാട്ടിലെ ഒരു പുലി ഇറങ്ങി, പുലിയെ മയക്ക വെടി വെച്ചു, പുലിയെ പിടിച്ചു. അപ്പോൾ പുലി മരണപ്പെട്ടപ്പം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ പുലിയുടെ വയറ്റിൽ ഒരു ഭക്ഷണമില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പുലി ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഇതൊരു പത്രവാർത്തയാണ്. ഇത് ഭയങ്കരമായിട്ട് എന്നെ വിട്ടുപോകാതെ ഹോണ്ട് ചെയ്ത് തന്നെയാണ്. പാവം, എന്നാലും പുലി കഷ്ടമല്ല, ഇത്രയും ഒരാഴ്ചയായിട്ട് ഇത് പട്ടിണി എന്ന് പറയുന്ന ഒരവസ്ഥ. അത് നമ്മുടെ കേരളം പോലൊരു നാട്ടിൽ ഒരു പുലി പട്ടിണി കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതിങ്ങനെ കിടന്ന് അന്ന് ഈ ഭയങ്കരമായിട്ട് സ്ത്രീപീഡന വാർത്തകൾ, പെൺവാണിഭ വാർത്തകളും സ്ത്രീപീഡന വാർത്തകളും മാധ്യമങ്ങൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടെ ആയിരുന്നു. അപ്പം അങ്ങനെ ആലോചിച്ച് ഇത് രണ്ടും കൂടെ ഞാൻ ക്ലബ് ചെയ്ത് അതിൻ്റെ ഇടയിൽ കുറച്ച് പ്രകൃതിയും വന്നു. അത് 3 കൂടെ ചേർത്ത് വെച്ച് എഴുതിയതാണ് പുലിപ്പെണ്ണെന്ന് പറയുന്ന നാടകം. ഒരു 14 പേജ്, ഏതാണ്ട് 2-3 ലക്ഷം രൂപ ഉണ്ടാക്കി തന്ന നാടകം അതാണ്. അതുകൊണ്ടാണല്ലേ ആ പെണ്ണിന്റെ പാവാടയ്ക്കിടയിലാണ് ഏറ്റവും അവസാനം എങ്ങും ഒളിക്കാൻ നിവൃത്തിയില്ലാതെ ഒളിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ പെൺകുട്ടിയുടെ പാവാടയുടെ അടിയിലാണ് പുലിയെ ഒളിപ്പിച്ചത്.
അങ്ങനെ പാവാട പൊക്കലിലേക്ക് പോകുന്ന നാട്ടുകാർ പാവാട പൊക്കൽ നാടിന്റെ ഉത്സവമാക്കി മാറ്റുന്നു. അവസാനം ഡ്രസ്സ് വലിച്ചു കീറി എറിയുന്നു. ഒടുവിൽ വെളിയിൽ ഇറങ്ങിയ പാവാട കൊടി കെട്ടുന്നു. ആ പാവാട കൊടിയുമായിട്ട് കുന്നിന്റെ മുകളിലേക്ക് കയറുന്നിടത്താണ് കുഴിപ്പെണ്ണെന്ന് പറയുന്ന നാടകം തീരുന്നത്. എല്ലാം സമൂഹത്തിലേക്ക് നീളുന്ന ചോദ്യം തന്നെ. അതെ 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 കുറച്ച് ഞാൻ വ്യക്തിപരമായിട്ട് സെൻസിറ്റീവാണ്. അതുകൊണ്ടായിരിക്കും നമ്മൾ എഴുതുന്നത് അങ്ങനെ അത്രയും ഒരു ഡീപ്പായിട്ട് പോകുന്നതായിരിക്കും. അതെ, അത്രയും ആഴത്തിൽ തന്നെയാണ് ഓരോ എഴുത്തും. ആണ്, തീർച്ചയായിട്ടും. എഴുത്ത് നമുക്ക് കള്ളം കാണിക്കാറില്ല. കാരണം ജീവിതത്തിലും കള്ളമില്ല, പിന്നെ എഴുത്തിലും കള്ളമില്ല. അങ്ങനെ പരമാവധി തുറന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. പഠിച്ചത് അഭിനയമാണ്. 5 കൊല്ലം ഫീസ് കൊടുത്ത് അക്കാഡമിക്കലായിട്ട് പഠിച്ചത് അഭിനയമാണ്. എനിക്ക് എങ്ങനെ വേണം അഭിനയിക്കാം. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് ഇങ്ങനെ ഇരിക്കാം, 2 രീതിയിലിരിക്കാം, ഇങ്ങനെ ഇരിക്കാം. എൻ്റെ ശരീരഭാഷ മാറുമ്പോൾ എൻ്റെ ക്യാരക്ടർ മാറും എന്നുള്ള കാര്യം കൃത്യമായിട്ട് എനിക്കറിയാം. പക്ഷെ ഞാൻ 5 കൊല്ലത്തെ പഠനം കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്ത തീരുമാനം ജീവിതത്തിൽ പരമാവധി അഭിനയിക്കാതിരിക്കുക. ഒരു സുഖമുള്ള ഏർപ്പാടാണ്. നമ്മൾ അഭിനയിക്കാൻ തുടങ്ങിയാൽ കണ്ടിന്യൂസ് അഭിനയിക്കണം. ഈ കല്യാണ വീട്ടിലൊക്കെ പോയാൽ നമുക്കറിയാം ചില ആൾക്കാർ അഭിനയിക്കാൻ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. മരണ വീട്ടിൽ ചിരി വന്നാൽ ചിരിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് ചിരി വന്നാൽ ഞാൻ ചിരിക്കും. തൂക്കിക്കൊല്ലെന്ന് പറഞ്ഞാൽ ചിരി വന്നാൽ ചിരിക്കും. ചിരി വന്നാൽ വരുത്തി ചിരിക്കുമെന്നല്ല പറയുന്നത്. അങ്ങനെ നിൽക്കുന്ന അറിയാമല്ലോ. വ്യക്തിപരമായിട്ടുള്ള ജീവിതം തന്നെ നമുക്ക് എത്ര സ്ഥലങ്ങളിൽ നമുക്ക് അഭിനയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. വലിയ പാടല്ലേ അത്. പക്ഷേ എൻ്റെ ഒരു അനിയനുണ്ട്, ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കല്യാണ വീട്ടിൽ പോയാൽ ഒരു കസേര ഇരിക്കണമെന്ന് വെച്ചാൽ തൊട്ടടുത്ത് ഒരു പരിചയമില്ലാത്ത ആളിരിക്കുന്നു. ഇവൻ അയാളോട്ട് മിണ്ടും. ആ ചേട്ടാ എന്താ പരിപാടി? ഞാൻ പെൻഷനൊക്കെ ആയി വീട്ടിൽ ഇരിക്കുകയാണ്. ഷുഗറൊക്കെ ഉണ്ടോ? ഷുഗറും കൊളസ്ട്രോളൊക്കെ ഉണ്ടോ? വിഷയം കണ്ടെത്തി സാർ, എനിക്കത് പറ്റില്ല, എനിക്ക് പറ്റില്ല. എന്തെങ്കിലും ഉള്ളി ഇങ്ങനെ വന്നാലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഭയങ്കര ശ്വാസം മുട്ടല്ല. ആൾക്കൂട്ടമുള്ള സ്ഥലത്ത് പോകുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പരമാവധി പോകാതിരിക്കും. കാരണം എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങളാ ഉണ്ട്, ഇപ്പം എഴുത്തും ഇതൊക്കെ ഉണ്ടോ, ഇത് നമ്മൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റിയെന്നും വരില്ല, കൃത്യമായിട്ട് വരില്ല. അങ്ങനെ അതുകൊണ്ട് തീരുമാനം എടുത്ത് പരമാവധി ജീവിതത്തിൽ അഭിനയിക്കാതിരിക്കുക. അപ്പം അതിൻ്റെ ഒരു സത്യസന്ധത നമ്മുടെ എഴുത്തിലുണ്ട്. അത്രേ ഉള്ളൂ. ആരെയും തൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയും സന്തോഷിപ്പിക്കാനോ ആരെയും ആനന്ദിപ്പിക്കാനോ ഞാൻ എഴുതിയിട്ടില്ല. ആകപ്പാടെ എഴുതിയത് ഈ പറഞ്ഞ നമ്മുടെ ടെലിവിഷൻ മാധ്യമത്തിലൊക്കെ എഴുതാൻ പോയപ്പോഴാണ് ഓഡിയൻസ് അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് കളഞ്ഞിട്ടും വന്നിട്ടുണ്ട്. അവര് അല്ലല്ല ഉപ്പുമുളകല്ല, അതിന് മുമ്പ് എഴുതാൻ പോയി ഒരു സീരിയൽ എഴുതാൻ പോയിരുന്നു. അന്ന് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു കൂടുതൽ. അങ്ങനെ എഴുതാൻ അവസരം കിട്ടിയപ്പോഴത്തേക്ക് എഴുത്തും കൂടെ ഉണ്ടായിട്ട് എഴുതാനായിട്ട് പോയപ്പോഴത്തേക്ക് അവർ തന്നെ രാവിലെ ഒരു ലിസ്റ്റ് തരെയാണ്. ഇന്ന സംഭവം വരണം, അതിനകത്ത് അവിഹിതം ഇത്ര വേണം, മറ്റേത് വേണം, മറിച്ച് ഒരു 3-4 എപ്പിസോഡ് എഴുതിയപ്പോൾ സ്വയം കുറ്റബോധം തോന്നി. കാരണം ഇത്രയും ജനങ്ങളെ ഞാനെന്ന് പറയുന്ന ഒറ്റ ഒരുത്തൻ ഇത്രയും ജനങ്ങളെ വിഡ്ഢികളാക്കുന്നത് എനിക്ക് കുറ്റബോധം തോന്നിയിട്ട് ചേട്ടാ വിട്ടേക്കണമെന്ന് പറഞ്ഞ് വന്നത്. അത് മാത്രമല്ല, അത് അതിനകത്തോട് പറയുന്ന കഥ, റോഡിലൂടെ നടന്നു പോകുമ്പോൾ തറയിലൊരു ഉറുമ്പിനെ കാണുകയാണെങ്കിൽ ആ ഉറുമ്പിനെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ട് നടന്നു പോകും. അതാണ് എൻ്റെ കഥാപാത്രം തന്നെ ഡയറക്റ്റ് പറയണം. അത് ഇങ്ങനെ കൊണ്ടുവന്ന് എനിക്ക് ഞാൻ വെച്ചാൽ ഈ ഡയലോഗ് എങ്ങനെയായിട്ട് എഴുതുന്നത്, അല്ല ജിജി അത് എഴുതണം, നമ്മൾ സ്ത്രീകളെ ഉദ്ദേശിച്ചാണ് ഈ സാധനം എഴുതുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് എന്താണ് ഈ നമ്മളിപ്പം നേരത്തെ എല്ലാവരും പറഞ്ഞിട്ടുള്ള അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒരു കോസ്റ്റ്യൂം സ്വാഭാവികതയില്ലല്ലോ, അസ്വാഭാവികമായ കുറേ കാര്യങ്ങളാണ്. പിന്നെ സമ്പന്നരുടെ കഥയാണ് പറയുന്നത്, അല്ലെങ്കിൽ മിഡിൽ കാസ്റ്റ് സവർണറുടെ കഥയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ചേരുന്ന ഒന്നല്ല എന്ന് പിന്നീട് മനസ്സിലായതെന്ന് വിട്ടുപോരുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം എഴുതുമ്പം പരമാവധി എൻ്റേതായിട്ടുള്ള എഴുത്തുകൾ, ഇപ്പം കവിതയാകട്ടെ അല്ലെങ്കിൽ നാടകമാകട്ടെ, ഇതൊക്കെ വളരെ സത്യസന്ധമായിട്ട് ജെന്യൂനായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. പിന്നെ അപ്പോഴും കുറ്റബോധമുള്ളത് ഈ സീരിയലൊക്കെ എഴുതാൻ പോയപ്പോൾ ഉണ്ടായ ചില ഇതിൽ മാത്രമാണ് കുറ്റം. അതുകൊണ്ട് ഞാൻ വിട്ടുവരികയും ചെയ്തു. ഞാനായിട്ട് എന്നെ എങ്ങൊന്നും പറഞ്ഞു വിട്ടിട്ടില്ല, ഞാനായിട്ട് വിട്ടുവരികയാണ് ചെയ്തത്. നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്തത് കൊണ്ട് കളഞ്ഞിട്ട് വരികയാണ് ചെയ്തത്. അഭിനയം എന്ന് പറയുമ്പോൾ ഉപ്പുമുളകിലെ ചന്ദ്രേട്ടനെ എല്ലാവർക്കും അറിയാലോ, ഓട്ടോ ഡ്രൈവർ. അതെ, അത് യാദൃശ്യമായിട്ട് വന്നതാണ്. ഞാനൊരു പരസ്യത്തിനകത്ത് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശ്രീകണ്ഠ സാറിൻ്റെ ജസ്റ്റ് എ മിനിറ്റ് എന്ന് പറയുന്ന ഫ്ലവേഴ്സിൽ തന്നെ ശ്രീകണ്ഠ സാറിൻ്റെ ജസ്റ്റ് എ മിനിറ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പരസ്യം വന്നു. അതിലൊരു ഓട്ടോ ഡ്രൈവറായിട്ടായിരുന്നു ഞാൻ അഭിനയിച്ചിരുന്നത്. അപ്പം അന്ന് അത് എഴുതിക്കൊണ്ടിരുന്ന ഉപ്പുമുളക് എഴുതിക്കൊണ്ടിരുന്ന ആൾ എന്നെ വിളിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു അതിൻ്റെ എക്സിക്യൂട്ടീവിൻ്റെ നമ്പർ എടുത്ത് എക്സിക്യൂട്ടീവ് ഉണ്ണിലാൽ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവാണ് വിളിക്കുന്നത്. അപ്പോൾ വിളിച്ചു, ഇങ്ങനെ ഉപ്പുമുളക് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്, അതിൽ അഭിനയിക്കാനാണ്. അപ്പോൾ ഓട്ടോ ഡ്രൈവറായിട്ടാണ് അഭിനയിക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഓട്ടോ ഓടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അയ്യോ, അപ്പോൾ വേറെ ആരെങ്കിലും നോക്കുന്നതല്ലേ നല്ലത്. ഫോൺ കിട്ടി, ശരി നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്. അപ്പോൾ ഞാനന്ന് ഇവിടെ അങ്കമാലി ഡിംസ് കോളേജിൽ പഠിപ്പിക്കുകയാണ്, അധ്യാപകനാണ് അവിടുത്തെ. അപ്പം എൻ്റെ കൂടെ ഒരു സാറുണ്ട്. ഞങ്ങൾ ഒരു റൂമിനകത്ത് 2 പേരാണ്. അപ്പോൾ കൂടെ ക്യാമറ പഠിപ്പിക്കുന്ന സാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ആരെ വിളിച്ച ഇന്നാണ് ഉപ്പുമുളക് എന്ന് പറയുന്ന സീരിയൽ, എന്തിനാ അത് അഭിനയിക്കാനാണ്.
എന്നിട്ട് എന്ത് പറഞ്ഞു, നമ്മൾ ഓട്ടോ ഡ്രൈവറുടെ ക്യാരക്ടറാണ്, എനിക്ക് ഓട്ടോ ഓടിക്കാൻ അറിയില്ല, വേറെ അറിയാമെങ്കിൽ സാറേ ആരെങ്കിലും ഇത്രയും വലിയൊരു പ്രോഗ്രാം, അത് എന്ത് ലൈം ലൈറ്റിൽ നിൽക്കുന്ന പ്രോഗ്രാം എന്ന് പറയാം, നമ്പർ 1 പ്രോഗ്രാമാണ്, അതിൽ അവസരത്തിന് വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാർ നിൽക്കുമ്പോൾ നിങ്ങൾ ഇതെന്താ കാണിച്ചത്? ഞാൻ പറഞ്ഞു എനിക്ക് ഓട്ടോ ഓടിക്കാൻ, നിങ്ങൾക്ക് സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ല, അറിയാം, 10-15 മിനിറ്റ് വരെ ഓട്ടോ പഠിക്കാനായിട്ട് തിരിച്ചു വിളിക്കാൻ പറയും. അപ്പോൾ ഇയാളുടെ ഒരു ഇൻസ്പിറേഷൻ ഞാൻ എന്ത് ചെയ്ത്, ഞാനും അപ്പോഴാണ് അറിയുന്നത് ഈ പ്രോഗ്രാമിൽ ഇത്ര ഇതുണ്ടെന്നുള്ള കാര്യം, നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഞാൻ തിരിച്ച് വിളിച്ച് ഇങ്ങനെ ഉണ്ണിലാലാതെ എനിക്കൊരു അരമണിക്കൂർ സമയം കിട്ടുമെന്ന് ഓട്ടോ ഓടിച്ച്. അപ്പോൾ അരമണിക്കൂറില്ലെങ്കിൽ 1 മണിക്കൂർ സമയം തരും, നിങ്ങൾ പഠിച്ചാൽ മതി, നിങ്ങൾ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നു. അങ്ങനെയാണ് ഉപ്പുമുളയിലേക്ക് പോകുന്നത്. അവിടെ ചെന്നിട്ട് ഒരു 3/4 മണിക്കൂറാണ് ഞാൻ ഓട്ടോ ഓടിച്ച് പഠിച്ചത്. ഫസ്റ്റ് ഷോട്ടെന്ന് പറഞ്ഞാൽ കുറേ കുട്ടികളെ കയറ്റിയിട്ട് ആ വീട്ടിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കേശുവിനെയും ലച്ചുവിനെയും ശിവാനിയും കൂടി കയറ്റി, കേശുവിനെയും ശിവാനിയും കയറ്റിയിട്ട് റിവേഴ്സ് എടുത്ത് വണ്ടി എടുത്ത് തിരിച്ചു പോകണം. വലിയ ബാക്കുള്ളൊരു ഓട്ടോ ആയിരുന്നു. തിരിച്ചു പോകണം. അച്ഛനും എൻ്റെ അച്ഛൻ മരണപ്പെട്ടു പോയ എൻ്റെ അച്ഛനെയും പിന്നെ എന്നെ ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് കയറ്റിയ ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വണ്ടി എടുത്തു. എങ്ങനെയോ അത് ആ ടേക്ക് അങ്ങ് ശരിയായി. അതാണ് എൻ്റെ ഫസ്റ്റ് എൻട്രി, ഉപ്പുമുളക് എന്ന് പറയുന്ന ആ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് എൻട്രി. പിന്നീട് എഴുതാൻ ഏൽപ്പിച്ചു. കുറച്ചൊരു 5-6 എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്ക് എഴുതാൻ ഏൽപ്പിച്ചു. അങ്ങനെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10 എല്ലാം കൂടെ 200-250 എപ്പിസോഡ് അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു 180ഓളം സ്ക്രിപ്റ്റുകൾ, 200ഓളം സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ടുണ്ടായിരിക്കും. കുറേ എഴുതുകയും ചെയ്ത് അഭിനയിക്കുകയും ചെയ്തു. എത്ര വർഷമായി ഇപ്പോൾ? ഞാനിപ്പോൾ പൂർണ്ണമായിട്ട് ആ പ്രോഗ്രാം വിട്ടു. അത് വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 2-2.5 വർഷത്തോളം ആവുന്നെന്ന് തോന്നുന്നു. പ്രോഗ്രാം വിടാനുള്ള കാരണം? പ്രോഗ്രാം ഇപ്പോൾ ഒരു നടൻ എന്നുള്ള രീതിയിൽ ഭയങ്കര യാന്ത്രികമായിട്ട് എനിക്ക് തോന്നി, ഭയങ്കര മെക്കാനിക്കൽ പ്രോസസ്സായിട്ട് തോന്നി. സെയിം ഒരേ സാധനം തന്നെ ആവർത്തിക്കുന്നു. പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യത്തക്ക ഒരു സാധനമില്ല. പിന്നെ ഞാൻ എൻ്റെ ഒരു ചിന്ത ലേബലൈസ് ചെയ്യപ്പെടുന്നൊരു ഇത് തോന്നി. കാരണം ഇതാണ്, നമ്മൾ എന്ത് ചെയ്താലും ഞാൻ മാറ്റി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഒരു കഥാപാത്രത്തിൽ നിന്നും ശബ്ദത്തിലും ശരീരമൊക്കെ മാറ്റി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പരമാവധി ഞാൻ കൊച്ചു വർക്കുകളെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതിൽ പോലും ഞാനെന്ന് പറയുന്ന സെൽഫ് ഐഡൻറ്റിറ്റി ഡിസ്ട്രാക്ട് ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ ശബ്ദം മാറ്റും ഞാൻ അഭിനയിക്കുമ്പോൾ. എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ ബോഡി ലാംഗ്വേജ് ഉണ്ട്, അത് ഞാൻ മാറ്റും. എന്നെ സംബന്ധിച്ച് ആക്ടിങ്, വാട്ട് ഈസ് ആക്ടിങ്, ദ ആൻസർ ഓഫ് ഹൂ ആം ഐ എന്നാണ് ഞാൻ കണ്ടെത്തിയ ഉത്തരം. ഞാൻ ആരാണ് എന്നുള്ള എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എനിക്ക് അഭിനയം. അല്ലാതെ ആക്ടിങ് ഈസ് റിയാക്ടിങ് അല്ല എൻ്റെ തിയറി. ഞാൻ എന്നെക്കുറിച്ച് പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്ന എൻ്റെ സംസാരത്തിൽ അനുനാസികം ഉണ്ടെന്ന് എനിക്കറിയാം, ചെറിയ അനുനാസിക ടോൺ ഉണ്ടെന്ന് എനിക്കറിയാം, എൻ്റെ കൈ എങ്ങനെ പോകുന്നു എന്ന് എനിക്കറിയാം, എൻ്റെ റിയൽ ബോഡി ലാംഗ്വേജ് എങ്ങനെയെന്ന് എനിക്കറിയാം. അത് ഞാൻ എന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഞാനൊരു കഥാപാത്രം അഭിനയിക്കുമ്പോൾ ഈ സാധനം, ഞാനെന്ന് പറയുന്ന സാധനത്തിനെ എടുത്ത് മാറ്റി വെച്ചിട്ട് കഥാപാത്രത്തിനെ എടുത്ത് അഭിനയിക്കുമ്പോൾ ഞാൻ മൊത്തത്തിൽ മാറുന്നു. അഭിനയിച്ചതിന് ശേഷം ഈ കഥാപാത്രത്തിനെ തിരിച്ച് പറഞ്ഞു വിട്ടിട്ട് മാറ്റിവെച്ച് എന്നെ എടുത്ത് ഞാൻ എന്നിലേക്ക് വെക്കുകയും ചെയ്യും. അല്ലാതെ ആ കഥാപാത്രത്തിന്റെ ഹാങ് ഓവറിൽ ചില അഭിനേതാക്കളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ചില കഥാപാത്രങ്ങളുടെ ഹാങ് ഓവറിൽ ഇന്ന് നമുക്കിടയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വേറൊന്നും ചോദിക്കണ്ട, അങ്ങനെ ആൾക്കാർ നിങ്ങൾ ഒബ്സർവ് ചെയ്യും, നിങ്ങൾ മനുഷ്യനല്ലേ. ഞാൻ ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിച്ചതാണ്. ചില കഥാപാത്രങ്ങൾ ഇവരെ വിട്ടുപോയിട്ടില്ല, ഇപ്പോഴും ചില കഥാപാത്രങ്ങൾക്കകത്താണ് ഇവരെന്ന് എൻ്റെ ഒബ്സർവേഷനിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു അഭിനയം പൂർണ്ണമാകുന്നത് നമ്മൾ അഭിനയിക്കുന്ന കഥാപാത്രത്തിനെ നമ്മളിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ട് നമ്മളെപ്പോഴോ മാറ്റിവെച്ച നമ്മളിലേക്ക് തിരിച്ചു വയ്ക്കുമ്പോഴാണ് ആക്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സ് പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് ഉപ്പുമുളകിൽ അഭിനയിച്ചപ്പോൾ എന്താണ് അസുഖം തന്നെയാണ്, വെള്ളം കുടിച്ചാൽ നവാണ് ആട്ടം എടുത്ത് എന്തെന്ന്, അതല്ല, സ്വാഭാവികത അല്ല അഭിനയം എന്നാണ് എൻ്റെ പക്ഷം. അഭിനയിച്ച് കാണിക്കേണ്ടത് തന്നെയാണ് അഭിനയം. പലരും ഇപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോൾ അഭിനയിക്കേണ്ട എന്ന് പറയും, തെറ്റാണത്. അഭിനയിക്കുക തന്നെ വേണം. സാധാരണ ഇപ്പം ഉദാഹരണം ജിജിക്കുട്ടൻ എന്ന് പറയുന്ന ആളിനെ വിളിക്കുന്നു. ഞാൻ നിലവിൽ കോളേജ് അധ്യാപകനാണ്. 47 വയസ്സായി. ഈ 47 വയസ്സുള്ള കോളേജ് അധ്യാപകൻ, അതിൽ പോലും ഞാൻ നിന്ന് ബിഹേവ് ചെയ്താൽ മതി. പക്ഷെ അതിലും കഥാപാത്രമാകാനായിട്ട് എന്നിൽ നിന്നും രക്ഷപ്പെടാനായിട്ട്, ഞാനെന്ന് പറയുന്ന ഐഡന്റിറ്റിയിൽ രക്ഷപ്പെടാൻ ഞാൻ എന്തെങ്കിലും ചെയ്യും. ഇപ്പം ഞാൻ യഥാർത്ഥത്തിൽ വ്യക്തി ജീവിതത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂക്ക് ചെറിയുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഞാനത് മനസ്സിലാക്കുന്നില്ല. ഇപ്പം നമ്മൾ മലയാളത്തിലെ പ്രഗത്ഭനായ ഒരു നടനാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ. അദ്ദേഹത്തിന് ഒരു കാലത്ത് മിമിക്രി ആൾക്കാർ അനുകരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ ആക്ഷൻ കാണിക്കുമായിരുന്നു. ഒരു പക്ഷേ പുള്ളിയുടെ വ്യക്തി സ്വഭാവത്തിലുള്ള അറിയാതെ വരുന്ന ഒരു മാനറിസം ആയിരിക്കാം ഇത്. പക്ഷേ തനിക്ക് ഇങ്ങനെ ഒരു മാനറിസം ഉണ്ട് എന്ന് അദ്ദേഹമല്ല കണ്ടുപിടിച്ചത്. മിമിക്രിക്കാർ ചെയ്യുകയും ആവർത്തിച്ച് ചെയ്യുകയും എനിക്കിങ്ങനെ ഒരു മാനറിസം ഉണ്ടോ, എന്നിട്ട് പുള്ളി അത് വളരെ ബോധപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിച്ചു. ഇതാണ് നേരെ തിരിച്ചുള്ള പ്രോസസ്സാണ് ഞാൻ പറയുന്നത്. ആൾറെഡി ഞാൻ എന്നെക്കുറിച്ച് പഠിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പൊ അത് മാറ്റാനായിട്ട് ഞാൻ ബോധപൂർവ്വം ശ്രമിക്കുന്നു. എനിക്ക് തോന്നി ഞാൻ തന്നെ മാറ്റണം. അതെ. പിന്നെ ഈ നമ്മൾ ഈ പറയുന്ന സ്വാഭാവിക, ഇപ്പൊ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു സാധനമാണ് വളരെ നാച്ചുറൽ ആക്ടിങ് അല്ലെ, സ്വാഭാവിക അഭിനയം. അയാൾ അഭിനയിക്കായിരുന്നില്ല, ജീവിക്കായിരുന്നു. തെറ്റാണ് അതൊക്കെ. ജീവിക്കല്ല ചെയ്യേണ്ടത്, അഭിനയിക്കുക തന്നെ വേണം. ഇപ്പൊ നമ്മൾ ഇപ്പൊ സംസാരിക്കുമ്പോൾ നമുക്ക് ഇന്റർവ്യൂ നിർത്തിയാലോ,
കുറച്ച് നേരത്തേക്ക് ഒന്ന് നിർത്തി വെച്ചാലോ? ഇതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കൈയെടുത്തു, ഇൻ്റർവ്യൂ ഒന്ന് നിർത്തിയാലോ? കുറച്ച് നേരത്തേക്ക് നിർത്തി വെച്ചാലോ? ഇത് ഞാൻ വളരെ കോൺഷ്യസ്ലി കൈയെടുത്ത് ഇങ്ങനെ വരുമ്പോൾ അപ്പോഴാണ് ഞാൻ നടനാകുന്നത്. അല്ലാതെ ഞാൻ സ്വാഭാവികമായിട്ട് ഇങ്ങനെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ നടനല്ലത്. ഇതിപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ശരിക്കും നിർത്തുവാണോ. അതാണ് സ്വാഭാവികത എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് എടുക്കണം, അറിയാതെ എടുക്കരുത്. അതിന് മെത്തേഡ് ആക്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ഇതുണ്ട്, അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ നമ്മളൊരു കഥാപാത്രത്തിനെ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ കൈയെടുക്കുന്നതും കാലെടുക്കുന്നതും തലചരിക്കുന്നതും തുമ്മുന്നത് ഏമ്പക്കം വരുന്നത് ഇതൊക്കെ കോൺഷ്യസ്ലി ചെയ്യണം. സ്വാഭാവികമായിട്ടല്ല ചെയ്യേണ്ട, ബോധപൂർവം ചെയ്യണം. അപ്പോൾ അവിടെയാണ് അഭിനയം. പലരും എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ട്. നിങ്ങൾ അഭിനയിക്കേണ്ട, എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ പല ഡയറക്ടേഴ്സും ചോദിക്കുന്നുണ്ട്, നാടകം കളിക്കേണ്ട, അഭിനയിക്കേണ്ട. ഞാനെന്നിട്ട് ഈ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ട നാടകം കളിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നാടകത്തിന് ഒരു വ്യക്തിയെ വെച്ചിട്ട് നാടകം കളിക്കേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ട നാടകം അത് കളിക്കേണ്ട എന്ന് പറ. നാടകം പല തരത്തിലുണ്ട്, പല രീതിയിലുണ്ട്. ഒരു ടോട്ടലൊരു ഗ്രൗണ്ട്, അരീന പോലത്തെ വലിയ ഗ്രൗണ്ടിന്റെ സെന്ററിൽ ട്രോജൻ യുദ്ധം, ഈ പറയുന്ന ഗ്ലാഡിയേറ്റേഴ്സ്മാർ യുദ്ധം ചെയ്യുന്നതിന്റെ നാടകമുണ്ട്. ലൈവായിട്ട് കുതിരയിൽ യുദ്ധം ചെയ്യുന്ന നാടകമുണ്ട്. അദ്ദേഹം കണ്ടിട്ടില്ല. അപ്പം നാടകത്തിന് ഒറ്റ ഒരാളുടെ പരസ്യമായിട്ട് മെഗാഫോണിലൂടെ വിളിച്ച് പറയുകയാണ്, നിങ്ങൾ അഭിനയിക്കേണ്ട, ജീവിച്ചാൽ മതി എന്ന്. ജീവിക്കല്ല, അഭിനയം തന്നെയാണ് ഏതൊരു കലയിലും. നമ്മളിപ്പോൾ ഇതൊരു റിയാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഷൂട്ട് ചെയ്യുന്നു, ഇത്ര ആൾക്കാരുണ്ട്, ഇവിടെ ഉണ്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. നമ്മൾ പോലും അറിയാതെ വേറൊരു ക്യാമറ ഇത് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദെയർ ഹാവ് സം റിയാലിറ്റി. പർപ്പസ്ഫുള്ളി ക്യാമറ മുമ്പിൽ നിന്ന് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് അഭിനയം ഉണ്ട്. റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. റിയാലിറ്റി ഒരു പരിധിവരെ കലയൊക്കെ നശിപ്പിച്ചത് റിയലിസം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കലയൊക്കെ നശിപ്പിച്ചത് ഗൂർണിക്ക എന്ന് പറയുന്ന ഒരു ആർട്ട് കാലത്തിന് അതിവർത്തിച്ച് ഇപ്പോഴും നിൽക്കുന്നെങ്കിൽ കാണുന്ന പ്രേക്ഷകന് സ്പേസ് കൊടുക്കുന്നുണ്ട്, ചിന്തിക്കാനുള്ള സ്പേസ് കൊടുക്കുന്നുണ്ട്. റിയാലിറ്റി അല്ലെങ്കിൽ റിയലിസം എന്ന് പറയുന്ന സാധനം, ഇപ്പോൾ ഒരാളൊരു തെങ്ങ് വരച്ചു വയ്ക്കുന്നത്, ഞാൻ കണ്ടാലും താങ്കൾ കണ്ടാലും തെങ്ങ് തന്നെയാണ്. മറിച്ച് ഒരു കണ്ണ് വരച്ചിട്ട് ആ കണ്ണിലേക്ക് ഒരു അമ്പ് നിൽക്കുന്നു, ആ അമ്പിൻ്റെ അറ്റത്ത് ഒരു തെങ്ങ് നിൽക്കുകയാണ്. ഞാൻ കാണുമ്പോൾ ഒന്നായിരിക്കും, നിങ്ങൾ കാണുമ്പോൾ ഒന്നായിരിക്കും. അതിനെ സർ റിയലിസം എന്ന് പറയും. റിയലിസത്തിനെ ബ്രേക്ക് ചെയ്യുന്നത്, ആ റിയലിസത്തിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് കാണുന്ന പ്രേക്ഷകന് സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. പ്രേക്ഷകൻ്റെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന ആർട്ട് അല്ലെങ്കിൽ ഒരു ഇസമാണ് റിയലിസം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ സ്വാഭാവിക അഭിനയം, ജീവിക്കുക എന്ന് പറയുന്ന ടേമിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ജീവിക്കല്ല ചെയ്യേണ്ടത്. ഇപ്പം ഒറിജിനലായിട്ട് ഞാനും നിങ്ങളും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അഭിനയിക്കുന്നു. ഒരു വലിയ പ്രശ്നം നടന്നിട്ട് ഏറ്റവും അവസാനം ഭർത്താവ് ഭാര്യയുടെ ചെകിട്ടത്തടിക്കണം. ഞാൻ ജീവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആക്ഷൻ പറയണം, ഞാൻ ജീവിക്കുന്ന നടനാണ്. ഭാര്യ ഭർത്താവിൻ്റെ ചെകിട്ടത്തടിക്കണം, നമ്മളാണ് അഭിനയിക്കുന്നത്, ഡയറക്ടർ അവിടെ ഇരിക്കുന്ന ആക്ഷൻ പറയുന്നത്. ഞാൻ അഭിനയിക്കുന്ന നടനല്ല, ജീവിക്കുന്ന നടനാണെങ്കിൽ ഒറിജിനലായിട്ട് അടിക്കും, ഞാൻ ജീവിക്കല്ലേ. അങ്ങനെ ഒറിജിനലായിട്ട് അടിച്ച നടന്മാരുണ്ട്. അയാൾ അങ്ങനെ ഒറിജിനലായിട്ട് അടിച്ചത് അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് ആണ്, ഗംഭീര നടനെന്നൊക്കെ വാഴ്ത്തി പറയുന്നവരുണ്ട്. എനിക്ക് പൂർണ്ണമായിട്ട് വിയോജിപ്പുണ്ട്. അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഹീസ് നോട്ട് എൻ ആർട്ടിസ്റ്റ്, അയാൾ നടനേ അല്ല. അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ നടനേ അല്ല, അടിച്ചു എന്ന് തോന്നിപ്പിക്കണം. ആ ഒറിജിനാലിറ്റി അവിടെ, ആ തോന്നിപ്പിക്കലാണ് ആർട്ട്, അതാണ് അഭിനയം. അല്ലാതെ അടിക്കുന്നിടത്തല്ല, ജീവിക്കലല്ല അഭിനയം. അതുപോലെ തന്നെ പലരും പറഞ്ഞിട്ടുണ്ടെന്നാണ് സെന്റിമെന്റ്സ് സീൻ അഭിനയിക്കുമ്പോൾ എനിക്ക് ഗ്ലിസറിൻ വേണ്ട എന്ന്. തെറ്റ്. എന്തിന് ഗ്ലിസറിൻ? എന്തിന് സെന്റിമെന്റ് സീനിൽ എന്തിന് കരയണം? സെന്റിമെന്റ് സീനിൽ ഞാൻ അഭിനയിക്കുമ്പോഴത്തേക്ക് ഓഡിയൻസ് കരയണം, ഓഡിയൻസാണ് കരയേണ്ടത്. അവർ ഗ്ലിസറിൻ ഇല്ലാതെ അവരെ കരയിപ്പിക്കാൻ പറ്റണം. എനിക്ക് ഗ്ലിസറിൻ്റെ അല്ല, ഗ്ലിസറിൻ എന്ന് പറഞ്ഞ സാധനമേ വേണ്ട. സെന്റിമെന്റ് സീനിൽ കരയണമെന്ന് ആരാ പറഞ്ഞത്? അപ്പോൾ ഞാനും നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ അപ്പനെ ഒരുത്തൻ തല്ലിയാണ് കൊന്നത്, ഇങ്ങനെയല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എൻ്റെ അപ്പനെ ഒരുത്തൻ തല്ലിയാണ് കൊന്നത് എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പം എന്തിനാ ഗ്ലിസറിൻ? അങ്ങനെ കുറേ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകൾക്കകത്ത് ഞാൻ പറയാൻ കാരണം, അഭിനയം എന്ന് പറയുന്ന മേഖലയായിട്ട് ബന്ധപ്പെട്ട് കുറേ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. സ്വാഭാവിക അഭിനയം, ഈ പറയുന്ന സെൻറ്റിമെൻറ്റ്സിന് ഗ്ലിസറിൻ, അയാൾ അഭിനയിക്കുകയായിരുന്നില്ല, ജീവിക്കുകയായിരുന്നു. നമ്മൾ 100 കഥാപാത്രം ചെയ്തോ, 100 കഥാപാത്രത്തിന് 100 ശരീരമായിരിക്കണം, 100 ശബ്ദമായിരിക്കണം, 100 മുഖമായിരിക്കണം, എങ്കിലേ ആക്ടർ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നീടാണ് കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്.